നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ MK വിനോദ്. രോഹിണി, നമുക്ക് ഇന്ന് നിരവധി വാർത്തകളുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ ദിനമായിരുന്നു. ഇന്നലെ എല്ലാവർക്കും 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ഉപതെരഞ്ഞെടുപ്പുകൾ, അതിൻ്റെ ഫലങ്ങളൊക്കെ നൽകുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. നമ്മളടക്കമുള്ള എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. ഇന്ന് വാർത്തകളിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിലെ പുതിയ സംഭവവികാസങ്ങൾ, അവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ജാർഖണ്ഡിലെ മന്ത്രിസഭാ രൂപീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി നമ്മുടെ വാർത്തകൾ അവസാനിപ്പിച്ചത് വൈക്കത്തഷ്ടമിയുടെ തത്സമയ ദൃശ്യങ്ങളോടെയാണ് അവസാനിപ്പിച്ചത്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം 11 മണി മുതൽ രാത്രി 11 മുതൽ 12 മണി വരെ നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു. പിന്നീടാണ് സുപ്രധാനമായ ചടങ്ങ് വൈക്കം ക്ഷേത്രത്തിൽ നടന്നത്. ദേവസംഗമമാണ് അവിടെ നടന്നത്. പിതൃപുത്ര സംഗമം എന്നൊക്കെയാണ് ഭക്തർ അതിനെ വിശേഷിപ്പിക്കുന്നത്. മഹാദേവനും സുബ്രഹ്മണ്യമൂർത്തിയും ഒക്കെ ഒന്നിച്ച് കൂട്ടിയെഴുന്നള്ളുന്ന ആ ചടങ്ങ് കാണാൻ ആയിരങ്ങളാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെത്തിയത്. രാത്രിയിൽ ദേവസംഗമം ഉണ്ടായിരുന്നു. പുലർച്ചെ ആറാട്ട് നടന്നു. ഇതിന്റെ വാർത്തകളും നമ്മൾ ഇന്ന് ഈ പുത്തൻ പുലരിയിൽ നമ്മൾ അത് പരിപാടിയായി തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം പ്രധാന വാർത്തകളിലേക്ക് പോകാം. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് NDA. മുഖ്യമന്ത്രിയാകാൻ ദേവേന്ദ്ര ഫട്നാവിസ്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാവും. മഹാരാഷ്ട്രയിൽ നേടിയത് വികസനത്തിന്റെ വിജയമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ഇന്ന് സർവകക്ഷി യോഗം. വഖഫ് നിയമ ഭേദഗതി അടക്കമുള്ള സുപ്രധാന ബില്ലുകൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. സമസ്ത അധ്യക്ഷനെതിരായ പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി PMA സലാം. പരാമർശം മുഖ്യമന്ത്രിയെക്കുറിച്ചെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി. സലാമിനെതിരെ കടുത്ത പ്രതിഷേധവുമായി സമസ്ത നേതാക്കൾ. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ ലക്ഷ്യമിട്ടെന്ന് സൂചന. ബങ്കറുകൾ തകർക്കുന്ന ബോംബ് പ്രയോഗിച്ചെന്ന് ലെബനൻ. മുനമ്പം അധിനിവേശത്തിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യം തള്ളി സമരസമിതി. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ശക്തം. ഇന്ന് മുനമ്പം ബീച്ചിലേക്ക് പ്രതിഷേധ റാലി. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള തുടർ നടപടികളുമായി ആരോഗ്യവകുപ്പ്. മരുന്ന് കമ്പനികൾക്ക് വിതരണം ചെയ്യാൻ 116.4 കോടി രൂപ അനുവദിച്ചു. ഇടപെടൽ ജനം TV വാർത്തയ്ക്കു പിന്നാലെ ജനം ഇംപാക്ട്. ഭക്തിസാന്ദ്രമായി വൈക്കത്തപ്പന്റെ അഷ്ടമി വിളക്ക്. ദേശദേവതമാരുടെ സംഗമത്തിന് ശേഷം ദേവീദേവന്മാർ പിരിഞ്ഞു. ശങ്കര സന്നിധിയിൽ അഷ്ടമി വിളക്ക് തൊഴുത് മടങ്ങിയത് 10,000. പെർത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ കൂറ്റൻ സ്കോർ ലക്ഷ്യമിട്ട ഇന്ത്യ. വിക്കറ്റ് നഷ്ടമാകാതെ 172 റൺസുമായി ബാറ്റിംഗ് പുനരാരംഭിക്കും. അർദ്ധ സെഞ്ചുറികളുമായി ജയ്സ്വാളും രാഹുലും ക്രീസിൽ. IPL താരലേലത്തിന് സൗദി അറേബ്യയിൽ ഇന്ന് തുടക്കം. അപ്പോൾ രോഹിണി, മണ്ഡലകാലമാണ്. നമുക്ക് സന്നിധാനത്തേക്ക് തന്നെ ആദ്യം പോകേണ്ടതുണ്ട്. ശരണമെൻ്റയ്യപ്പ. ശരണമെൻ്റയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. കോ പവർഡ് ബൈ ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. നമുക്ക് സന്നിധാനത്തേക്ക് തന്നെ പോകാം. ശരണമന്ത്രങ്ങൾ ഉയരുമ്പോൾ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം.
അയ്യനെ ദർശിക്കാൻ ഇന്നലെ എത്തിയത് 72,000-ഓളം ഭക്തർ. വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയ ദിവസം. ആദ്യ നാളുകളിലെ കണക്കിൽ കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ ലക്ഷക്കണക്കിന് ഭക്തരുടെ വർധനവാണ് ഉള്ളത്. അരുൺ കൊടുങ്ങൂർ, എം മനോജ് എന്നിവർ സന്നിധാനത്ത് നിന്നും ചേരുന്നു. സ്വാമി ശരണം. അരുൺ, മനോജ്, സന്നിധാനത്ത് ഭക്തരുടെ ഒഴുക്ക് അവസാനിക്കുന്നില്ല. ഇപ്പോൾ വെർച്വൽ ക്യൂ അനുസരിച്ചാണ് ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ വലിയ തിരക്ക്, ഭക്തരുടെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാതെ എല്ലാവർക്കും സുഖദർശനം സാധ്യമാകുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. സന്നിധാനത്ത് രാവിലെ അയ്യനെ കണ്ടുതൊഴാൻ നിരവധി ഭക്തരാണ്. രാത്രി തന്നെ മലകയറിയെത്തിയ ഭക്തരുണ്ട്. പുലർച്ചെ മുതൽ ദർശനം നടത്തുന്നവരുണ്ട്. സന്നിധാനത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ, മനോജ്. തീർച്ചയായും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് സന്നിധാനമുള്ളത്. ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഭക്തരുടെ ഒരു വലിയ ഒഴുക്ക് സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു ദിവസം 70,000 തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി 10,000 തീർത്ഥാടകർക്കും ബുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇന്നലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നിരുന്നു. നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായും ഈ മണ്ഡലകാലത്ത് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയ ദിവസം. 86,000 കടന്ന് പോയി എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. സാധാരണ ഈ 70,000 വെർച്വൽ ക്യൂ, 10,000 സ്പോട്ട് ബുക്കിംഗ് ആണ് പറഞ്ഞത്. എന്നാൽ അതിന് ശേഷം വീണ്ടും സ്പോട്ട് ബുക്കിങ്ങിൽ കൂടുതലായി കൊടുക്കേണ്ടി വന്നു. ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ ഓരോ ദിവസവും അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. ഇനി ഓരോ ദിവസം കഴിയുന്തോറും ആ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. അത് നമ്മൾ കണക്കുകളിലൂടെ കാണുന്നതാണ്. എന്തായാലും ഭക്തിസാന്ദ്രമായി സന്നിധാനം അങ്ങനെ തുടരുകയാണ്. ശരണമന്ത്രങ്ങൾ ഉയരുകയാണ്. ശബരിമലയിൽ എങ്ങും എവിടെ നോക്കുമ്പോഴും നമ്മൾ ഈ ശരണമന്ത്രങ്ങൾ മാത്രം. ഈ മണ്ഡലകാലം കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നാണ് നേരിയ ഒരു കുറവ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്നും 70,000-ഓളം ഭക്തർ സന്നിധാനത്തേക്ക് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും 10,000-ഓളം തീർത്ഥാടകർ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ ഈ സന്നിധാനത്തെ മുഴുവൻ സ്ഥലങ്ങളിലും ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഇന്ന് രാവിലെ അവർക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും ഏതൊക്കെ സമയത്താണ് തിരക്ക് വർദ്ധിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയം ഉച്ചയ്ക്ക് ശേഷമാകാം, ചില സമയം രാവിലെ ആകാം. പോലീസിന്റെ ഒരു കണക്ക് പ്രകാരം, അതായത് വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ വലിയ തിരക്ക് ഉണ്ടാകുമെന്ന് അവർ ഉദ്ദേശിക്കുന്നു. പക്ഷേ വെള്ളിയാഴ്ച അഭൂതപൂർവമായ തിരക്കായിരുന്നു. ഇത്തവണത്തെ ഈ ഒരു മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുക, അതായത് ഈ വെർച്വൽ ക്യൂ വഴിയും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും നിർദ്ദേശിച്ച എണ്ണത്തിനപ്പുറത്തേക്കുള്ള ഒരു തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. രാത്രിയിൽ ചെറിയ ആശങ്കകളൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു. ഭക്തരെ തിരിച്ച് മലയിറക്കി വിടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നെയ്യഭിഷേകത്തിൽ നിന്ന് ഭക്തരെയൊക്കെ തന്നെ മാറ്റിവിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു തിരക്ക്, ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കാര്യമായ ഒരു തിരക്ക് പുലർച്ചെ നട തുറന്ന സമയത്ത് കാര്യമായ തിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ തിരക്കിന് ഒരു നേരിയ കുറവ് എന്ന് പറയും. കഴിഞ്ഞ ദിവസങ്ങളുടെ അപേക്ഷിച്ച് നേരിയ ഒരു കുറവും തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ പുലർച്ചെ നട തുറക്കുന്ന സമയത്ത്, അതായത് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഭക്തർ ഒരുപാടുണ്ടാവും. അവരൊക്കെ തന്നെ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. രാവിലെ എത്ര മണിക്കാണ് നട തുറക്കുക എന്നൊക്കെ നോക്കി അവർ ആ ദർശനം നടത്തുകയാണ്. അപ്പോൾ അവരും ഇന്ന് പുലർച്ചെ എത്തുന്നവരും തമ്മിലൊക്കെ വലിയ തിരക്കുണ്ടാവും. എന്നാൽ അതിനുശേഷം അവരൊക്കെ ദർശനം നടത്തി പോയതിനു ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓരോ ഭക്തജനങ്ങളായി അങ്ങനെ പടിയിറങ്ങി എത്തുകയാണ് സോപാനത്തിനരികിലേക്ക്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും ഈ ഭക്തരുടെ ഒഴുക്ക് അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത, ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത ഭക്തജനങ്ങളുണ്ട്. അവരൊക്കെ തന്നെ അത് 2 ദിവസത്തിനകം ക്യാൻസൽ ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം മറ്റുള്ള ഭക്തജനങ്ങൾക്കുള്ള സ്ലോട്ടുകളാണത്. അതിൽ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടലാണ് ആ ഒരു വിഷയത്തിലുണ്ടായത്. കാരണം അത് തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ എടുത്തു പറയണം. കാരണം ഒരുപാട് ഭക്തർക്ക് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം 70,000 എന്ന തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുന്ന ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ തുടക്ക സമയങ്ങളിലൊക്കെ തന്നെ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർ പൂർണ്ണമായും എത്താതെ അതിൽ 10,000-ലധികം ആളുകളുടെ കുറവൊക്കെ ഉണ്ടാകുന്നത്, അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു പ്രതിവിധി
പ്രതിസന്ധിയായി തന്നെയാണ് ദേവസ്വം ബോർഡും ഹൈക്കോടതിയും എല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. കർശനമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് എന്നിട്ട് പോലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഏകദേശം 1 ലക്ഷത്തിലധികം വർധനവ് ഈ ഒരു ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ ഒരാഴ്ചത്തെ വരുമാനം ഇന്ന് ദേവസ്വം ബോർഡ് പുറത്തുവിടാനുള്ള ഒരു സാധ്യതയാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കായാലും 5 കോടി രൂപയുടെ നടവരവിൽ വർധനയാണ് ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അവർ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ വീഴ്ചയായി അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണയും വരുമാനത്തിൽ നടവരവിൽ വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നതെങ്കിലും ഭക്തരുടെ കണക്ക് പ്രകാരം തന്നെ ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നടവരവിലും വലിയ വർധന ഉണ്ടാകുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS പ്രശാന്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അതായത് കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ 1 ലക്ഷത്തിലധികം വർധനവ്, ഭക്തരുടെ വർധനവ് ആദ്യ ദിനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഭക്തരുടെ വർധനവ് ഉണ്ടാവും തോറും വരുമാനവും വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത മണ്ഡലകാലത്തെങ്കിലും ഈ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കട്ടെ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ സന്നിധാനത്ത് മണ്ഡലകാലം ഒരാഴ്ച പിന്നിടുമ്പോൾ അതിന്റെ വരുമാനത്തിൽ അടക്കം ഭക്തരുടെ എണ്ണത്തിൽ അടക്കം വലിയ വർധനവ് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും 18ാം പടി കയറി വരുന്നവരുടെ മുഖത്തെ ആ സന്തോഷം നമ്മൾ കണ്ടറിയുക തന്നെ വേണം. ഇത്ര പ്രയാസപ്പെട്ട് ശബരിമലയിലെ ആ കുത്തനെയുള്ള കയറ്റങ്ങളെല്ലാം കയറി ഏറ്റവും അവസാനം ആ 18 പടിയും കടന്ന് മുകളിലേക്ക് എത്തി ഭഗവാന്റെ മുന്നിലേക്ക് എത്താനുള്ള ആ നിമിഷത്തിലേക്ക് വരുമ്പോൾ ആ ഭക്തരുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം, ആ നിർവൃതി ഒക്കെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ നമുക്ക് വ്യക്തമാണ്. സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ തത്സമയം നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂരും അതേപോലെ തന്നെ മനോജും. നമുക്ക് രോഹിണി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് ഇനി വായിക്കേണ്ടത്. അതിനു മുമ്പ് ചില പ്രേക്ഷകരെ കൂടി നമുക്ക് കാണാതെ പോകരുത്. പ്രേക്ഷകരാണ് നമ്മുടെ ശക്തി, അപ്പം അതുകൊണ്ട് അവരെ മറക്കരുത്. സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഹരിനാരായണൻ തുടങ്ങി നിരവധി പ്രേക്ഷകർ, മണി, അതേപോലെ തന്നെ ദിനേശ് സ്ഥിരമായിട്ട് ഇതിൽ നമ്മളോട് പ്രതികരിക്കുന്നവരാണ്. ജയന്ത് ആർ നായർ, അതുപോലെ തന്നെ CPK നായർ, അതുപോലെ തന്നെ പ്രകാശം വേലുക്കുട്ടി, അങ്ങനെ നിരവധി പ്രേക്ഷകർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉഷ നെല്ലൂര്, അവരൊക്കെ സ്ഥിരം നമ്മുടെ പ്രേക്ഷകരാണ്. അതേപോലെ തന്നെ ആതിര ശ്രീനിവാസ്, അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ വാർത്തയ്ക്കൊപ്പം തത്സമയം ചേരുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അത് അങ്ങനെ വേണ്ട മോശമാണെങ്കിൽ അതും പറയും. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചാണ് നമ്മൾ മുമ്പിലേക്ക് പോകുന്നത്. ഇനിയും രോഹിണി പറഞ്ഞതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോകാം. എന്തായാലും മഹാരാഷ്ട്രയിലെ ആ വൻ വിജയത്തിന് ശേഷം സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് NDA. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും. ആകെയുള്ള 288-ൽ 235 സീറ്റ് മഹായുതി സഖ്യം നേടിയിരുന്നു. 133 സീറ്റ് നേടിയ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തകർന്നടിഞ്ഞ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും. വിവരങ്ങൾ നൽകുന്നതിനായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മഹാരാഷ്ട്രയിലെ മിന്നും വിജയം, അതിനുശേഷം ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് NDA. രോഹിണി, വിനോദ്, ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ വിജയമാണ് BJP ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നേടിയിരിക്കുന്നത്. BJP ഒറ്റയ്ക്ക് 132 സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ്. BJP മത്സരിച്ചത് 149 സീറ്റുകളിലായിരുന്നു. അതിൽ 132 തിളക്കമാർന്ന വിജയം നേടി എന്നതാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തന്നെ BJPയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണിത്. 2014 BJP 122 സീറ്റും 2019 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 105 സീറ്റുമായിരുന്നു. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് BJP ആണ്. ഇന്നലെയും അതിൽ മാറ്റമുണ്ടായിരുന്നില്ല. മാത്രമല്ല മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തന്നെ BJPയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് വിശേഷിപ്പിക്കാം. മാത്രമല്ല BJPയുടെ സഖ്യകക്ഷികളായ ശിവസേനയും NCPയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ശിവസേന 57 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ NCP അജിത് പവാർ വിഭാഗം 41 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതിനാൽ മഹായുതി സർക്കാരിന് ഏതാണ്ട് 80% സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നേടിക്കൊണ്ടുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് മഹായുതി നേടിയിരിക്കുന്നത്. അതിനാൽ വരുന്ന 5 വർഷം
മികച്ച രീതിയിൽ തന്നെ ഭാരതത്തിലെ ഏറ്റവും സമ്പന്നവും വളരെ വിശാലവും അതോടൊപ്പം തന്നെ ജനസംഖ്യയിൽ രണ്ടാമതുമൊക്കെയുള്ള ആ സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഭാഗത്ത് മഹായുതി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പാർട്ടികളുടെ വൻ വിജയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ അതിദയനീയമായ പരാജയം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചിരിക്കുന്നത്. കേവലം 16 സീറ്റിലാണ് കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നത്. 102 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. നമുക്കറിയാം കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നത്. രമേശ് അവിടെ മാസങ്ങളോളം ക്യാമ്പ് ചെയ്യുകയും ഒപ്പം ഡൽഹി കേന്ദ്രീകരിച്ചാണ് സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടത്തിയത്. എന്തൊക്കെയാണെങ്കിലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തോറ്റിരിക്കുകയാണ്. ഗുജറാത്തിൽ മുൻപ് രമേശ് ചെന്നിത്തല ചുമതല വഹിച്ചിരുന്ന കാലത്ത് ഗുജറാത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷമാണ് പിന്നീട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതേ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ മഹാരാഷ്ട്രയുടെ സംഘടനാ ചുമതല കൂടി നൽകിയത്. എന്തായാലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഗുജറാത്ത് ആവർത്തിച്ചിരിക്കുന്നു. 102 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് കേവലം 16 സീറ്റിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമെന്നത് കോൺഗ്രസിനൊപ്പം നിന്ന ശിവസേനയും അതോടൊപ്പം തന്നെ ശരത് പവാർ NCPയും വളരെ ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 20 സീറ്റിൽ വിജയിച്ചപ്പോൾ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP കേവലം 10 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങി എന്നുള്ളതാണ്. NCP രൂപീകരിച്ച ശേഷം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ നിർണായകമായ നേതാവായിരുന്നു ശരത് പവാർ. ആ ശരത് പവാറിന്റെ പാർട്ടിയാണ് കേവലം 10 സീറ്റിലേക്ക് ഒതുങ്ങുന്നത്. അതിനാൽ മഹാവികാസ് അഘാഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് സമാനതകളില്ലാത്ത തകർച്ചയാണ് മഹാരാഷ്ട്രയിൽ നേരിട്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി ഫലം വന്നു. ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ വളരെ ഊർജിതമായി നടക്കുകയാണ്. BJP ആണ് മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് എന്ന പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. മറ്റ് പേരുകളൊന്നും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല. അതിനാൽ ഉടൻ തന്നെ BJPയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ദേവേന്ദ്ര ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുക്കും. അതേപോലെ തന്നെ ഗൗതം, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ദേവേന്ദ്ര ഫട്നാവിസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം യാതൊരുവിധ തലക്കനവുമില്ലാത്ത പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. കഴിഞ്ഞ തവണ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കാൻ അദ്ദേഹം മനസ്സ് കാട്ടി. ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം കൈമാറിക്കൊണ്ട് അവിടെ ഉപമുഖ്യമന്ത്രി ആയിരിക്കാൻ ഒരു മടിയും അദ്ദേഹം കാണിച്ചില്ല. ഇപ്പോൾ ജനങ്ങളുടെ വിധി അനുസരിച്ച് BJP ആണ് ഏറ്റവും വലിയ കക്ഷി. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് ഒരുപക്ഷെ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആകുമെന്നുള്ള പേരുകളിൽ വരെ ഉയർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ആ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ വിജയം കൂടിയല്ലേ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ഗൗതം? വിനോദ്, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ BJP ഏറ്റവും കൂടുതൽ കയ്യടി നൽകുന്നത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ 54-കാരനായ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റിന് അർഹൻ അദ്ദേഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സത്യത്തിൽ മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടിരുന്നു. കേവലം 9 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. BJPക്ക് ഒപ്പം നിന്ന ശിവസേനയും അജിത് പവാറിന്റെ NCPയും ആകട്ടെ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ 4 മാസങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത്ര വലിയൊരു വിജയം BJPക്കും NDAയ്ക്കും കൈവന്നിരിക്കുന്നത് തീർച്ചയായും ദേവേന്ദ്ര ഫട്നാവിസ് എന്ന നേതാവ് നടത്തിയിട്ടുള്ള കഠിന പ്രയത്നം, മഹാരാഷ്ട്ര എന്ന വളരെ വിശാലമായ സംസ്ഥാനത്തിൻ്റെ ഓരോ മേഖലയിലും അദ്ദേഹം സന്ദർശിച്ചുകൊണ്ട് സംഘടനാ സംവിധാനത്തെ കൂടുതൽ ചിട്ടയുള്ളതാക്കി. അതോടൊപ്പം തന്നെ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ മുൻകാല ട്രാക്ക് റെക്കോർഡും അതിൻ്റെ ഈ വിജയത്തിന് ഒരു കാരണമാണ്. അദ്ദേഹത്തിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കും ഒപ്പം മഹാരാഷ്ട്രയിലെ BJP പ്രവർത്തകർക്കും വലിയൊരു വിശ്വാസമുണ്ട്. 2014 മുതൽ 19 വരെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ്. ആ കാലയളവിൽ ആ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ആ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. മാത്രമല്ല ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ തുടക്കം തന്നെ അദ്ദേഹം RSSലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ വസതി നമുക്കറിയാം നാഗ്പൂർ സ്വദേശിയാണ്. RSSന്റെ ആസ്ഥാനം നിലകൊള്ളുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. അതിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു സ്വയം സേവകായിരുന്നു. അദ്ദേഹം ബാലശാഖയിലും അതിനുശേഷം പിന്നീട് ശാഖാ ചുമതലകളൊക്കെ തുടർച്ചയായി വഹിക്കുകയും ഇപ്പോഴും നമുക്ക് കാണാം എല്ലാ വിജയദശമി നാളിലും RSSന്റെ സർസംഘചാലക് RSS ആസ്ഥാനത്ത് വിജയദശമി സന്ദേശം നൽകുമ്പോൾ, വിജയദശമി ഭൗതിക നടത്തുമ്പോൾ അത് കേൾക്കാനെത്തുന്ന BJP നേതാക്കളിൽ ഒരാളാണ്
ഈ നാഗ്പൂർ സ്വദേശി കൂടിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ്. അതിനാൽ അദ്ദേഹത്തിന്റെ ഇന്ന് നാം കാണുന്ന എല്ലാ ക്രെഡിറ്റ്സിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന്റെ RSS ബന്ധം തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു സ്വയം സേവകമായി രംഗത്തെത്തി. അതിനുശേഷം പിന്നീട് 22ാമത്തെ വയസ്സിൽ നാഗ്പൂരിന്റെ മുനിസിപ്പാലിറ്റി വാർഡിലേക്ക് ജയിക്കുകയും പിന്നീട് 24ാമത്തെ വയസ്സിൽ കോർപ്പറേഷന്റെ മേയർ ആവുകയും ഒക്കെ 27ാം വയസ്സിൽ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം BJPയുടെ വളരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് വരുന്നത്. 2009 മുതൽ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു വരുന്നു. പിന്നീട് 44ാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയായി. അങ്ങനെ വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. അതെ, ശരി. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും മഹാരാഷ്ട്രയിലേത് വികസനത്തിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് കുടുംബാധിപത്യത്തിനേറ്റ കനത്ത തിരിച്ചടി. മഹാരാഷ്ട്രയുടെ വോട്ട് വികസിത് ഭാരതത്തിന്. BJPയുടെ വികസന നയങ്ങൾ അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് നന്ദി. BJPയുടെ ഭരണ മാതൃകയ്ക്കുള്ള അംഗീകാരമാണ് ഈ ജനവിധിയെന്നും പ്രവർത്തകരെ അഭിനന്ദിച്ച് നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് വീണ്ടും ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തി. അത് ഭരണഘടനയുടെ അവഹേളനമാണ്. ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരാനാകില്ലെന്നും കോൺഗ്രസിന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ BJP ആസ്ഥാനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. पूरे देश में सिर्फ और सिर्फ एक ही संविधान चलेगा. वो संविधान है बाबा साहब आंबेडकर का संविधान, भारत का संविधान. जो भी सामने या पर्दे के पीछे देश में दो संविधान की बात करेगा, उसको देश पूरी तरह से नकार देगा. कांग्रेस और उसके साथियों ने जम्मू कश्मीर में फिर से आर्टिकल 370 की दीवार बनाने का प्रयास किया. वो संविधान का भी अपमान है. महाराष्ट्र ने उनको साफ साफ बता दिया कि ये नहीं चलेगा. പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുകയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകുന്നു. ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ അടക്കമുള്ള സുപ്രധാന ബില്ലുകൾ പാസാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. സഭാ സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഇന്ന് ഉച്ചയ്ക്ക് ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. രാത്രി 7-ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ NDA യോഗവും ചേരുന്നുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, നാളെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. എന്തായാലും മഹാരാഷ്ട്രയിലെ മിന്നും വിജയമൊക്കെ തന്നെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഏതെല്ലാം സുപ്രധാന ബില്ലുകളായിരിക്കും ചർച്ച ചെയ്യുക? രോഹിണി, നാളെ മുതൽ ഡിസംബർ മാസം 20 വരെയാണ് വളരെ സുപ്രധാനമാകുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് യോഗം നടക്കുക. അതിനുശേഷം വൈകുന്നേരം NDA യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ബ്ലോക്ക് കല്യാൺ മാർഗിലാണ് NDA കക്ഷി നേതാക്കളുടെ ഒരു യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ നാളെ മുതൽ അടുത്ത മാസം 20 വരെ നടക്കുന്ന ശൈത്യകാല സമ്മേളനം വിവിധ വിഷയങ്ങൾ പ്രക്ഷുബ്ധമാകുന്നതിനൊപ്പം വളരെ സുപ്രധാനമായ വഖഫ് ബില്ല് ഉൾപ്പെടെ പാസ്സാക്കുവാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. കഴിഞ്ഞ മഴക്കാല സമ്മേളനത്തിലാണ് വഖഫ് ബില്ല് കേന്ദ്രം കൊണ്ടുവരുന്നത്. പക്ഷേ അതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അതിനെ എതിർക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ വഖഫ് ബില്ല് വിട്ടു. ഇപ്പോൾ അതിൻ്റെ പഠനം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. മാത്രമല്ല
അടുത്ത കാലത്ത് ഈ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദംബിക പാൽ ഉൾപ്പെടെയുള്ള അതിലെ അംഗങ്ങളും ചെയർമാന്റെയും നേതൃത്വത്തിൽ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ JPC അതിന്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ശൈത്യകാല സമ്മേളനം തുടങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിലും വഖഫിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. BR അംബേദ്കർ രൂപപ്പെടുത്തിയ ഭരണഘടനയിലെങ്ങും തന്നെ വഖഫിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന് നൽകിയിട്ടുള്ള അമിത അധികാരത്തെ പറ്റിയോ ഒന്നും പറയുന്നില്ല എന്ന് പ്രധാനമന്ത്രി പറയുകയും മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസും നെഹ്റു കുടുംബവും രൂപപ്പെടുത്തിയതാണ് ഇത്തരം കാര്യങ്ങൾ എന്ന ഒരു പരോക്ഷമായ വിമർശനവും അദ്ദേഹം നടത്തി. ഈ ശൈത്യകാല സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി തന്നെ BJP ആസ്ഥാനത്ത് അതും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സംസാരിക്കുമ്പോൾ വഖഫിനെ രൂക്ഷമായി വിമർശിച്ചത് എന്നത് ശ്രദ്ധേയമായിരുന്നു. അതിനാൽ ഈ സമ്മേളനത്തിൽ ലിസ്റ്റ് ചെയ്ത ബില്ലുകൾക്കകത്ത് വഖഫ് ഭേദഗതി ബില്ലുമുണ്ട്. അതിനാൽ വഖഫ് ഭേദഗതി ബില്ലിൽ നിർണായകമായ ബില്ല് ഈ ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാക്കുവാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. സ്വാഭാവികമായും പല പ്രതിപക്ഷ പാർട്ടികൾ അതിനെ എതിർക്കും. അതിനെ തുടർന്ന് സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അദാനിക്കെതിരെ ഉയർന്നിട്ടുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷം, ഇത്തരം വിഷയങ്ങൾ സഭയ്ക്കകത്ത് ഉയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമം പ്രതിപക്ഷ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിനാൽ നാളെ ആരംഭിക്കുന്ന ശൈത്യകാല സമ്മേളനം വിവിധ വിഷയങ്ങളാൽ പ്രക്ഷുബ്ധമാകുകയും വഖഫ് ഉൾപ്പെടെയുള്ള സുപ്രധാന ബില്ലുകൾ കേന്ദ്ര സർക്കാർ പാസ്സാക്കുകയും ചെയ്യും. നാളെയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. വളരെ സുപ്രധാന ബില്ലുകളാണ് ചർച്ചാ വിഷയമാക്കുന്നതും അവതരിപ്പിക്കുന്നതും പാസ്സാക്കുന്നതും. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. വൈക്കമഷ്ടമിയുടെ അതിവൈകാരിക നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലെ നടന്ന ഉദയനാപുരത്തപ്പൻ്റെ എതിരേൽപ്പും തിരിച്ച് എഴുന്നള്ളിപ്പും യാത്രയേപ്പും. കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകളെ പോലും ഈറനണിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. മടങ്ങുവാൻ മകനും തിരിച്ചയക്കുവാൻ പിതാവിനും മനസ്സ് അനുവദിക്കാത്ത അവസ്ഥ. ചടങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. എന്തായാലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ, അവിടെ വൈക്കത്ത് അഷ്ടമിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന ഏറ്റവും വൈകാരികവും ഏറ്റവും ഭക്തി നിർഭരവുമായ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ വിവരങ്ങളുമാണ് നമ്മൾ ഈ നിമിഷം പങ്കുവെക്കുന്നത്. ആദ്യം വൈക്കത്തപ്പൻ്റെ തിടമ്പേറ്റ് ചടങ്ങ്.
വൈക്കത്തഷ്ടമിയുടെ ഭാഗമായി വൈക്കത്ത് അപ്പൻ കിഴക്കേ ഗോപുരനടയിലേക്ക് എഴുന്നള്ളിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്കറിയാം ദേവസേനാപതിയായിട്ടുള്ള മുരുകൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യമൂർത്തിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ മകൻ താരകാസുരനെ വധിക്കാനായി യാത്രയായി. പിന്നീട് മകൻ എത്തുന്നത് കാത്തു നിൽക്കുന്ന ഒരച്ഛൻ്റെ പുറപ്പാടാണ് നമ്മൾ കണ്ടത്. വലിയ വാദ്യഘോഷങ്ങളൊന്നും ഇല്ല. ഭഗവാനായതുകൊണ്ട്, മഹാദേവനായതുകൊണ്ട്, ആ തിടമ്പെത്തിയത് കൊണ്ട് മാത്രം ചെറിയ വാദ്യങ്ങൾ മാത്രമാണുള്ളത്. പിന്നീട് അങ്ങോട്ട് വലിയ ആഘോഷങ്ങളില്ലാതെയാണ് കിഴക്കേ നടയിൽ തൻ്റെ മകനെ കാത്തു നിൽക്കാൻ ആ അച്ഛൻ അങ്ങോട്ടേക്ക് പാർവതീ സമേതനായി എഴുന്നള്ളുന്നത്. പിന്നീടാണ് വടക്കേ ഗോപുര നടയിലൂടെ അങ്ങനെ വിജയശ്രീ ലാളിതനായി താരകാസുരനെ വധിച്ച് ആഹ്ലാദ ചിത്തനായി മകനായിട്ടുള്ള കാർത്തികേയൻ ആഘോഷപൂർവ്വം അങ്ങോട്ടേക്ക് വരുന്നത്. മകൻ്റെ വരവ് കണ്ട് വലിയ ആഘോഷത്തോടു കൂടി തന്നെ മകനെ സ്വീകരിച്ച് തൻ്റെ സവിധത്തിൽ വൈക്കത്ത് ക്ഷേത്രത്തിൻ്റെ നടയിൽ എത്തിച്ച് മകനു വേണ്ടി പ്രധാന പീഠം തന്നെ ഒഴിച്ചു നൽകുന്ന, അല്ലെങ്കിൽ ആ പീഠം തന്നെ കൈമാറുന്ന അച്ഛൻ. അത്ര പിതൃപുത്ര സംഗമത്തിൻ്റെ, ദേവസംഗമത്തിൻ്റെ മഹാമുഹൂർത്തമാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ, ഇന്ന് പുലർച്ചെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. മകൻ കാർത്തികേയൻ്റെ മടങ്ങിവരവിനായി കിഴക്കേ ആനക്കൊട്ടിലേക്കാണ് പിതാവായിട്ടുള്ള മഹാദേവൻ കാത്തിരിപ്പിനായി യാത്രയായത്. ഈ സമയം ദേശദേവതമാർ ഒന്നാകെ വൈക്കത്തപ്പനിലേക്കുള്ള പാതകളിൽ എഴുന്നള്ളിയിരുന്നു. ദേവീദേവന്മാരുടെ അകമ്പടിയോടെ വിജയ കാഹളവുമായി ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി വടക്കേ ഗോപുരം വഴി ക്ഷേത്ര മതിൽക്ക് അകത്തേക്ക് എത്തുകയായിരുന്നു. യുദ്ധവീരന് സ്വന്തം ഇരിപ്പിടം നൽകി വൈക്കത്തപ്പൻ്റെ അംഗീകാരവും നമ്മളവിടെ കാണുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്
വിവിധ ദേവീദേവന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പാണ് പിന്നീട് നടന്നത്. അഷ്ടമി വിളക്ക് ദർശനവും ഇതോടൊപ്പം നടന്നു. ദേവസേനാധിപതിയായിട്ടുള്ള സുബ്രഹ്മണ്യമൂർത്തിയെ എതിരേറ്റുകൊണ്ട് പാർവതീ സമേതനായി മഹാദേവൻ എഴുന്നള്ളുന്ന ആ മഹാമുഹൂർത്തത്തിലേക്ക്.
വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമിയോടനുബന്ധിച്ച ദേവസംഗമമാണ് നമ്മൾ കണ്ടത്. വൈക്കം മഹാദേവനും പാർവതി സമേതനായി എത്തുന്നു. അങ്ങനെ എത്തുന്ന ഉദയനാപുരത്തപ്പനെ തൻ്റെ സ്വന്തം മകനായിട്ടുള്ള സുബ്രഹ്മണ്യമൂർത്തിയെ സ്വീകരിച്ച് ആ ക്ഷേത്രനടയിൽ ആനയിക്കുന്ന വളരെ ഭക്തിനിർഭരമായ ചടങ്ങ്, ദേവീദേവന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് എല്ലാം കാണാനാണ് ആയിരക്കണക്കിന് ഭക്തർ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയത്. ഇനിയും നമുക്ക് കാണേണ്ട ചടങ്ങ് എന്ന് പറയുന്നത് അവിടെ ഈ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മകൻ തിരികെ ഉദയനാപുരത്തേക്ക് മടങ്ങുന്നു. സങ്കടകരമായ കാഴ്ചയാണ്. അച്ഛൻ്റെ അടുത്തു നിന്നും മടങ്ങുന്ന ആ കാഴ്ചകളിലേക്കാണ് ഇനി പോകേണ്ടത്. വാദ്യമേളങ്ങളോടെ പല്ലക്കിലെത്തുന്ന കറുകയിൽ കാരണവർ ആദ്യ കാണിക്ക സമർപ്പിച്ചു. തുടർന്ന് ഭക്തരും കാണിക്ക സമർപ്പിച്ചു. പിന്നാലെ ദേവീദേവന്മാർ ഓരോരുത്തരായി ഉപചാരം ചൊല്ലി വൈക്കം മഹാദേവ ക്ഷേത്രനടയിൽ നിന്നും പിരിയുകയാണ് ഉണ്ടായത്. വീണ്ടും ഒരു വേർപിരിയലിൻ്റെ ദുഃഖഭാവത്തിൽ വാദ്യമേളങ്ങൾ ഒന്നുമില്ലാതെയായിരുന്നു ഉദയനാപുരത്തപ്പൻ മടങ്ങിയത്. ഒടുവിൽ വടക്കേ ഗോപുര വാതിക്കലിൽ നാഗസ്വരത്തിൻ്റെ വിഷാദരാഗമായ ദുഃഖം ദുഃഖകണ്ഠാരം മുഴങ്ങിയപ്പോൾ ഉദയനാപുരത്ത് സുബ്രഹ്മണ്യ സ്വാമിക്ക് വൈക്കത്തപ്പൻ്റെ ഹൃദയഭേദകമായ യാത്രയയപ്പും നടന്നു. ആ ദൃശ്യങ്ങളിലേക്ക്.
വിഷാദഭാവത്തോടെ ഉദയനാപുരത്തപ്പൻ മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതാണ് വൈക്കത്ത് അഷ്ടമിയുടെ പ്രത്യേകതയും. സന്തോഷവും സന്താപവും എല്ലാം ഇടചേർന്ന ഒരു ഉത്സവ മുഹൂർത്തമാണ് അവിടെ ഭക്തർക്ക് ലഭിക്കുന്നത്. എന്തായാലും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വൈക്കത്ത് അഷ്ടമി സമ്പൂർണ്ണമായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളിലായി കണ്ടത്. അങ്ങനെ വൈക്കത്ത് അഷ്ടമിയുടെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. വീണ്ടും വാർത്തകളിലേക്ക് പോവുകയാണ്. അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ നൽകുന്ന സൂചന. ശക്തമായ ആക്രമണമാണ് ബസ്റ്റയിൽ നടന്നത്. ഹസൻ നസ്രള്ളയെ വധിക്കാൻ ഉപയോഗിച്ച തരത്തിലുള്ള ബങ്കറുകൾ തകർക്കുന്ന ബോംബ് പ്രയോഗിച്ചതായി ലബനൻ അറിയിച്ചു. ലബനനിലെ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 60ഓളം പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വിന്യസിച്ച ഇറാൻ നിർമ്മിത പീരങ്കി ഇസ്രായേൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും രോഹിണി, ഇപ്പോൾ നമ്മൾ ലഭ്യമായ സൂചനകളെല്ലാം അനുസരിച്ച് പരിശോധിക്കുമ്പോൾ അതിശക്തമായ ഒരു ആക്രമണമാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ ഒരു ആക്രമണം ഹിസ്ബുള്ളയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ള കേന്ദ്രം, അതായത് മധ്യ ബെയ്റൂട്ടിലെ പലയിടങ്ങളിലും നടന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിലവിൽ അതിൻ്റെ ദൃശ്യങ്ങളും, അതായത് ഏരിയൽ വ്യൂസ് എല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മറ്റൊരു സംഭവ വികാസം എന്ന് പറയുന്നത് ഹിസ്ബുള്ള അതിർത്തിയിൽ, ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിൻ്റെ അതിർത്തിയിൽ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന മിസൈൽ ലോഞ്ചറുകളും അനുബന്ധ ഉപകരണങ്ങളും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശക്തമായൊരു ആക്രമണം തന്നെയാണ് ഇന്നലെ നടന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 20 പേർ കൊല്ലപ്പെടുന്ന രീതിയിലുള്ള അതിശക്തമായൊരു ആക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വൻ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു വീഴുകയും അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹിസ്ബുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ആ നേതാവ് ആ പരിസരത്തുള്ള ഒരു കെട്ടിടത്തിലുണ്ട് എന്ന് കൃത്യമായ വിവരം, ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ഇസ്രായേൽ നടത്തുന്നത്. ഈ ആക്രമണത്തിലാണ് 20ഓളം പേർ കൊല്ലപ്പെടുകയും 60ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വ്യവസ്ഥാപിതമായ ലെബനൻ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് പോലും ആക്രമണം ശക്തമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗൗരവമുള്ളൊരു അന്താരാഷ്ട്ര വിഷയമായി പരിണമിക്കാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് അതിശക്തമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുന്നതിനുള്ളൊരു നീക്കത്തിന് ആഗോളതലത്തിൽ കൃത്യമായൊരു പിന്തുണ ലഭ്യമാകുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, നേരത്തെ തന്നെ പലതവണ വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിച്ചൊരു വസ്തുത കൂടിയാണ്. ഈ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശക്തമായി വളർന്നു വരുന്ന മിലീഷ്യകളിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥാപിതമല്ലാതെ സർക്കാരിന് സമാനമായി പ്രവർത്തിക്കുന്ന ഈ ആയുധ സംവിധാനങ്ങളുള്ള ഒരു ഭീകര സംഘടനകളെ, അത്തരത്തിലുള്ള ഭീകര സംഘടനകളിൽ ഏറ്റവും വലിയ ആയുധശേഷിയുള്ളൊരു സംഘടനയാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലാണ് രാജ്യത്തിനും ലോകത്തിനും ഭീഷണിയാവുക എന്ന ഒരു യാഥാർത്ഥ്യം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം നടത്താനുള്ളൊരു അനുമതി ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നായാലും അമേരിക്കയിൽ വരാനിരിക്കുന്ന പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നായാലും അതിശക്തമായൊരു പിന്തുണ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുന്നത് സംബന്ധിച്ചുണ്ട്. ആ ഒരു ധൈര്യം കൂടി അല്ലെങ്കിൽ ഒരു പിന്തുണ കൂടി വളരെ ശക്തമായി ഇസ്രായേലിനെ ഈ ആക്രമണത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ പീരങ്കി ഇറാൻ നിർമ്മിത പീരങ്കി കൂടിയായിരുന്നു. ഇറാൻ്റെ ആ ഒരു എംബ്ലങ്ങളെല്ലാം അതിന് മുകളിലുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിന് മുകളിലുണ്ട് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പിന്തുണയോടെ ശക്തമായ ഒരു ആക്രമണം ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനെതിരെ നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവായി, അല്ലെങ്കിൽ ഒരു ആധികാരികമായ തെളിവായി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള ഈ സംവിധാനങ്ങളെല്ലാം തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ. ശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. അതെ, എന്തായാലും അന്താരാഷ്ട്ര വാർത്തകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്ക് വഖഫ് വാർത്തകളിലേക്ക് വരേണ്ടതുണ്ട്. വഖഫ് അധിനിവേശം. വഖഫ് അധിനിവേശ വിരുദ്ധ സമരം തണുപ്പിക്കാൻ അണിയറ നീക്കങ്ങളുമായി ഇടതു വലത് മുന്നണികൾ. സമരസമിതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ റിലേ നിരാഹാര സമരം അവസാനിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മുൻപത്ത് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വാസത്തിലെടുക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക വിട്ടൊഴിയുന്നില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, മുഖ്യമന്ത്രി ഇന്നലെ ഓൺലൈനിലൂടെ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തി. പക്ഷേ സമരത്തിന് ശേഷം
വൈദികരടക്കമുള്ള സമരത്തിന് നേതൃത്വം നൽകുന്ന സംഘാടകരൊക്കെ പറഞ്ഞത് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ അവർക്ക് വിശ്വാസമില്ല. സ്വന്തം ഭൂമി തന്നെ അവർക്ക് കരമടയ്ക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം. അപ്പോൾ സമരം തുടരാൻ തന്നെയല്ലേ ഇവരുടെ തീരുമാനം? ജിജീഷ് കരുണാകരൻ. വിനോദ്, ഈ ഒരു സമരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ 43 ദിവസത്തോളം നീളുന്ന ഒരു സമരത്തിന് ശേഷമാണ് അവരുമായി ചർച്ചയ്ക്ക് പോലും, അല്ലെങ്കിൽ നേരിട്ട് അവരുമായുള്ള ചർച്ചയ്ക്ക്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം, മന്ത്രിതലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. എന്നാൽ അതിൽ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ ഒന്നും തന്നെ വിശ്വാസത്തിലെടുക്കാൻ ഈ സമരരംഗത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. കാരണം അവർക്ക് മുൻകാല അനുഭവങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയും കാലം സമരം നടത്തി ഈ പ്രശ്നം തുടങ്ങിയിട്ട് തന്നെ 2019 പല ഘട്ടങ്ങളിലും സർക്കാരിൻ്റെ വിവിധ സംവിധാനങ്ങളെ ഈ പരാതികളുമായി അവിടെയുള്ള ആളുകൾ സമീപിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം, അതിന്മേൽ അനാവശ്യമായ അവകാശവാദവുമായി വഖഫ് ബോർഡ് വരുന്നു, നികുതി അടക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പരാതികളുമായി വന്നപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ആ സർക്കാർ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉറപ്പ് നൽകുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയിൽ തന്നെ തുടരാൻ കഴിയും, ആ തടസ്സങ്ങളെല്ലാം തന്നെ സർക്കാർ തലത്തിൽ നീക്കുമെന്ന് പറയുമ്പോൾ അതിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഭാഗത്ത് അവരുടെ ആശങ്കകൾ അതേപടി നിലനിൽക്കുന്നു. നേരിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പോലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഉറപ്പുകളല്ല അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആ സമൂഹത്തിന് കഴിയുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ സമരം എങ്ങനെയും അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ സമരത്തെ പൊളിക്കണം, സമരം ഇല്ലാതാക്കണം, സമരം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ആളുകളുണ്ട്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഉണ്ട്, ഒപ്പം തന്നെ CPM നേതൃത്വത്തിൽ ഇടതുപക്ഷം എല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിക്കുന്നത് ഈ സമരം എങ്ങനെയും അവസാനിപ്പിക്കുക, അത് അവർക്ക് നീതി നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുക എന്നതല്ല, മറിച്ച് മറുഭാഗത്തിന് ഈ വഖഫ് ബോർഡിന് അവരുടെ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ തന്നെ അതേ സ്ഥാനത്ത് തന്നെ യാതൊരു തരത്തിലുള്ള ഉറപ്പുകളും നൽകാതെ ആ തീരദേശവാസികൾ നടത്തുന്ന സമരം അത് എങ്ങനെയും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നു. അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആദ്യം സമരക്കാർക്കിടയിൽ, അല്ലെങ്കിൽ ഈ സമരസമിതിയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആസൂത്രിതമായി രണ്ട് മുന്നണികളും നടത്തിയത്. പ്രധാനമായും അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് ആണ്. കാരണം ഈ തീരദേശ മേഖലയിലെ ജനത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം വോട്ടുകളായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഉറപ്പിക്കാവുന്ന വോട്ടുകളായിരുന്നു. എറണാകുളം MP ഹൈബി ഈഡന് പലപ്പോഴും വിജയം സമ്മാനിച്ച, അല്ലെങ്കിൽ അതിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനെല്ലാം തന്നെ സഹായിച്ചിരുന്നത് ഈ ഒരു മേഖലയിൽ നിന്നുള്ള വോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുടെ ഉറപ്പുള്ള വോട്ടുകളായി കരുതിയ അതേ ആളുകൾ തങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും അവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. അങ്ങനെ സമരസമിതിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നീ രണ്ട് തരത്തിലുള്ള അഭിപ്രായ സ്വരൂപണങ്ങൾ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഇത്തരമൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഇടതു വലതു മുന്നണികൾ തുടക്കം കുറിച്ചത്. മാത്രമല്ല ആ സമരപ്പന്തൽ തന്നെ ഇനി തുടരേണ്ടതില്ല എന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ സമരപ്പന്തൽ തന്നെ പൊളിച്ചു നീക്കിക്കൊണ്ട് സമരം അവസാനിപ്പിക്കുക, ഈ സർക്കാരിനെ പൂർണ്ണമായും തന്നെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക. പക്ഷേ ഇടതുപക്ഷത്തേക്കാൾ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് UDF ആയിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലാണ് സമരം അവസാനിപ്പിക്കുക എന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം വഖഫ് ബോർഡിനെയും ഒപ്പം തന്നെ വഖഫ് സംരക്ഷണ സമിതിയെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ വഖഫ് ഭൂമി തിരിച്ചു പിടിച്ചേ പറ്റൂ, അവിടെ നിന്ന് ആളുകളെ കുടിയിറക്കിയേ പറ്റൂ എന്ന് പറയുന്ന ആളുകളെ കൂടി അവർക്ക് കൂടി ഒപ്പം നിൽക്കാനുള്ള ഒരു കൃത്യമായ ശ്രമം അവർ UDF-ഉം LDF-ഉം നടത്തുന്നു. ഒരു ഭാഗത്ത് നീതിക്കായി പൊരുതുന്ന ജനത, ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾ, അവർ ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ജുഡീഷ്യൽ കമ്മീഷനെല്ലാം നീണ്ടു പോകുന്ന കാര്യങ്ങളാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ്. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നു. സാധാരണ നിലയിൽ നമുക്കറിയാവുന്നതുപോലെ ജുഡീഷ്യൽ കമ്മീഷനുകൾ ഒരു നിശ്ചിത കാലാവധിയിലേക്ക് നിയോഗിക്കപ്പെടുന്നു എങ്കിൽ കൂടി അത് ഏറെ നാളുകൾ, 3 മാസം പറയുന്നു, പിന്നീട് 6 മാസവും 1 വർഷവും 2 വർഷവും എല്ലാം കാലാവധി നീട്ടി ചോദിച്ച ശേഷം ഈ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യവും ആ ഒരു അവസ്ഥയും തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ആ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുക, പിന്നീട് ഒരു തീരുമാനമാകാതെ വീണ്ടും അനന്തമായി നീളുന്ന സാഹചര്യം ഉണ്ടാകുക. ഇതിനിടയിൽ സമരം തുടരാതെ, അല്ലെങ്കിൽ ഇവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്
എടുത്തുകൊണ്ട് സമരം നിന്ന് പിന്മാറണമെന്ന് അവരോട് ആവശ്യപ്പെടുക. അങ്ങനെ സമരപ്പന്തൽ തന്നെ പൊളിച്ചു മാറ്റിക്കൊണ്ട് സമരം ഒരു ഭാഗത്ത് അവസാനിപ്പിക്കുക. അതോടൊപ്പം തന്നെ ആ ജനത കുടിയൊഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. കാരണം ജുഡീഷ്യൽ കമ്മീഷൻ ഇതിനുശേഷം സമാനമായ ഒരു കമ്മീഷൻ തന്നെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതാണ് നിസാർ കമ്മീഷൻ. ആ നിസാർ കമ്മീഷനെ കൃത്യമായി തന്നെ തെറ്റിദ്ധരിപ്പിക്കാനും ഒപ്പം തന്നെ അത്തരം ശ്രമങ്ങൾ അന്ന് വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വഖഫ് സംരക്ഷണ വേദിയുടെയും വിവിധ മുസ്ലിം സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി. മാത്രമല്ല ഈ നിസാർ കമ്മീഷൻ പറയാത്ത കാര്യങ്ങൾ പോലും മുന്നോട്ട് വെച്ചുകൊണ്ട് നിസാർ കമ്മീഷൻ്റെതായി അവതരിപ്പിച്ചുകൊണ്ട് ആ ഭൂമി മുനമ്പത്തെയും ചെറായി മേഖലയിലെയും ഭൂമി തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ സ്ഥാപിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും ഈ സംഘടിതമായി തന്നെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് നിസാർ കമ്മീഷൻ പറഞ്ഞു എന്നെല്ലാം പറയുന്നത്. അത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫറൂഖ് കോളേജ് നൽകിയ ചില മൊഴികളെ, ഫറൂഖ് കോളേജിൽ നിന്ന് ലഭിച്ച ചില വിശദീകരണങ്ങളെ അതേപടി ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയപ്പോൾ, നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് വഖഫ് ബോർഡിന്റെ അവകാശങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ വഖഫിന്റെ അവകാശങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 43 ദിവസം പിന്നിടുന്ന സമരം എങ്ങനെയും അവസാനിപ്പിക്കുക, നീതി ലഭിക്കാതെ തന്നെ, തീരദേശ ജനതയ്ക്ക് നീതി ലഭിക്കാതെ തന്നെ അവസാനിപ്പിക്കുക. അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ വഖഫിന്റെ മേൽ, ഈ ഭൂമിക്ക് മേൽ, ഈ വഖഫ് ബോർഡിന്റെ അവകാശവാദം, അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിക്ക് മേലുള്ള അവകാശവാദം, അവർ തന്നെ കഴിഞ്ഞ ദിവസം ജനം ഡിബേറ്റിലടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ സമരം അവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങൾ ആയി തുടരുന്ന ഒരു സമരമാണ്. ആ സമരങ്ങളിൽ നിരവധി ആളുകൾക്ക് പോലീസിൽ നിന്ന് ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ സമരം അവർ ജീവിക്കാനുള്ള ഒരു സമരമായി തുടങ്ങി വെച്ചതാണ്. അത് ഇന്നത്തെ തലമുറയല്ല, ഇവർക്ക് മുന്നിലുള്ള 2 തലമുറ മുമ്പ് തന്നെ ഈ ഒരു സമരരംഗത്ത് തുടർന്നിരുന്നു. കാരണം വഖഫ് ഈ അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല, 404 ഏക്കർ ഭൂമിയും വഖഫിന്റേതാണ്, ഇവിടെ നിന്ന് കൊടിയൊഴിയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവകാശവാദം ഉന്നയിക്കുന്നു. അന്ന് തുടങ്ങിയ നിയമ പോരാട്ടമാണ്, അന്ന് തുടങ്ങിയ സമര പോരാട്ടമാണ്. മുനമ്പം സമരഭൂമിയിൽ വഖഫിന്റെ കയ്യേറ്റത്തിനെതിരെ നടക്കുന്ന സമരം അവർ അവസാനിപ്പിക്കുന്നില്ല, ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളുമായി ഓൺലൈൻ ചർച്ച നടത്തി. പക്ഷേ സമരസമിതി നേതാക്കൾ ഇതിൽ തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ അവർ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളാണ് ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ വഖഫ് വിഷയത്തിൽ സമൂഹത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹ മാധ്യമത്തിലും അതേപോലെ തന്നെ അഷ്റഫ് പറഞ്ഞിരിക്കുന്നു, കയ്യേറ്റക്കാരുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകേണ്ടി വരും, അതിന് ആർക്കെ വൈകുണ്ഠം ചോദിക്കുന്നു, വില കൊടുത്ത് വാങ്ങിയാൽ അത് കയ്യേറ്റമാകുമോ, തുടങ്ങി നിരവധി ചർച്ചകൾ നമ്മുടെ സമൂഹ മാധ്യമത്തിലും നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം അവസാനിക്കുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കാജനകമായ വാർത്ത തന്നെയാണ്. തങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ കരമടയ്ക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതെ, നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. പത്തനംതിട്ട ചുട്ടിപ്പാറ സ്വകാര്യ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് കുടുംബം. സംഭവത്തിന് പിന്നിലുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോളേജ് അധികൃതരുടെ പങ്കടക്കം അന്വേഷിക്കണമെന്നും കുടുംബം. വിശദമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കുടുംബം ഇന്ന് പരാതി നൽകിയേക്കും. ശാലിനി ചേരുന്നു. ശാലിനി, ഈ അമ്മു സജീവന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കുടുംബം ആദ്യം മുതൽക്കേ തന്നെ ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 വിദ്യാർത്ഥിനികൾ പോലീസ് കസ്റ്റഡിയിലാകുന്നത്. പക്ഷേ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. രോഹിണി, അത് തന്നെയാണ്. ഈ സംഭവം നടന്നിട്ട് ഇന്ന് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജിൽ ഹോസ്റ്റലിൽ നടക്കുന്നത്. അതിന് മുൻപ് തന്നെ ഈ 3 പെൺകുട്ടികളുമായി അമ്മു സജീവിന് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കുടുംബം പരാതിയുമായി കോളേജിനെ സമീപിച്ചതാണ്. ഈ പെൺകുട്ടിയും പരാതിയുമായി രംഗത്തെത്തിയതൊക്കെയാണ്. ഇതൊക്കെ വലിയ രീതിയിലുള്ള വൈരാഗ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണം നടത്തുന്ന പോലീസ് സംഘം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് 3 പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നിലവിൽ കൊട്ടാരക്കര ജില്ലാ ജയിലിൽ അവരെ പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കേസന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. മറുഭാഗത്ത് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ, ആരോഗ്യ സർവകലാശാല VC കൂടിയാണ് അദ്ദേഹം നിയോഗിച്ച 4-അംഗ സമിതിയുടെ അന്വേഷണവും നടക്കുകയാണ്. അവർ കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പിന്നീട് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ അടക്കം കേട്ട് അന്വേഷണവും തുടരുകയാണ്. ഈ അന്വേഷണത്തിനൊക്കെ പിന്നാലെയാണ് കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ
നടത്തുന്നത്. അതായത് ചുട്ടിപ്പാറയിലെ SME കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിൽ എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. കുറ്റക്കാരായ മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി വേണമെന്നുള്ളത് അമ്മുവിന്റെ സഹോദരനായിട്ടുള്ള അമ്മുവിന്റെ സഹോദരൻ സജീവ് കൂടി ഇപ്പോൾ അഖിൽ സജീവ് കൂടി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അന്വേഷണം അത്തരത്തിലൊരു മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് പറയുന്നത്. ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് എത്തിക്കുന്നത്. സമീപത്ത് നിരവധി ആശുപത്രികളുണ്ട്. തിരുവല്ലയിൽ അടക്കം നിരവധി ആശുപത്രികളുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇവിടെ ഒന്നും ഒരു പ്രാഥമിക ചികിത്സ പോലും നൽകാതെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചതാണ് മരണകാരണത്തിനിടെ ആക്കിയത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അത്തരത്തിൽ ഈ അപകടത്തിന്റെ കറക്റ്റ് സ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. കാലിനൊരു മുറിവ് മാത്രമുണ്ട് എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ആയൂരിൽ എത്തുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് എല്ലാ കുറ്റക്കാർക്കെതിരെയും നടപടി വേണമെന്നൊരു കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ കുടുംബം കടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഈ കുടുംബത്തിന്റെ മാനസികാവസ്ഥ വലിയ രീതിയിൽ വൈകാരികമായിരുന്നു. സ്വാഭാവികമായും 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഇന്ന് തന്നെ ആ പരാതി രേഖാമൂലം മുഖ്യമന്ത്രിക്ക് നൽകും. കൃത്യമായ ഒരു അന്വേഷണം ഈ സംഭവത്തിൽ വേണം. പെൺകുട്ടികളാണ് എന്ന രീതിയിൽ പരിഗണന നൽകിക്കൊണ്ട് ഇവരെ കോടതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം നിരവധി തവണ ഈ ആരോപണങ്ങൾ, ഈ പെൺകുട്ടിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ മൂവർ സംഘം നടത്തിയിരുന്നു. ലോങ് ബുക്ക് അടക്കം മോഷ്ടിച്ചു എന്നുള്ളൊരു പേര്, ഒപ്പം തന്നെ കള്ളി എന്ന് പൊതുമധ്യത്തിൽ ഈ പെൺകുട്ടിയെ വിളിച്ചതടക്കമുള്ള കാര്യങ്ങൾ മാനസികമായി ഈ പെൺകുട്ടിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം വൈകിട്ടോടുകൂടി ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത്. ശാരീരികമായി വലിയ രീതിയിലുള്ള മുറിവുകൾ ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. വയറിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മുറിവുകളുണ്ട്. തലയ്ക്ക് പരിക്കുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ പെൺകുട്ടി സ്വമേധയാ ചാടി ആത്മഹത്യയിലേക്ക് പോകില്ല. അതിന് തൊട്ട് മുൻപും സഹോദരൻ അഖിൽ സജീവുമായി പെൺകുട്ടി സംസാരിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായി അപ്പോഴൊന്നും മരണത്തെ പറ്റി ചിന്തിച്ചൊരു പെൺകുട്ടി ആയിരുന്നില്ല സഹോദരി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. സ്വാഭാവികമായും മകളെ തള്ളിയിട്ട് കൊന്നതാണ് അല്ലെങ്കിൽ കൊലപാതകം തന്നെയാണ് നടന്നത് എന്നുള്ള കൃത്യമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആരോപണത്തിലാണ് മുഖ്യമന്ത്രിക്കും ഗവർണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നു. ഒപ്പം ഈ കൃത്യത്തിനൊക്കെ പങ്ക് ഉണ്ടെന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിന്നു എന്ന് ആരോപിക്കുന്ന കോളേജ് അധികൃതർക്കെതിരെയും പ്രിൻസിപ്പലിനെതിരെ അടക്കം കൃത്യമായ നടപടി വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും രോഹിണി, ഇങ്ങനെ ക്യാമ്പസുകളിൽ എത്രയോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലല്ല, കേരളത്തിലാണ് എന്ന് ഓർക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇവിടെ നിരവധി വിമർശനങ്ങൾ ഉയരും. റോഡിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങും, സമരങ്ങൾ നടത്തും, മെഴുകുതിരികൾ കത്തിക്കും. പക്ഷേ ഇവിടെ എന്തെല്ലാമാണ് നടക്കുന്നത്? ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി ഇത്തരത്തിൽ മരണപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ മരണം. അതേപോലെ തന്നെ ക്യാമ്പസിൽ മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ കൊല്ലപ്പെട്ട SFI നേതാവ്. ഇവരുടെയൊക്കെ പ്രതികളെ ഒന്നും ഇതേപോലെ ഇതുവരെ ശിക്ഷിക്കാൻ പോലും നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്, അല്ലേ? ഇനി നമുക്ക് മറ്റൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ലിംഗമാറ്റ ശസ്ത്രക്രിയ നിയമാനുസൃതമായ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും കുട്ടികളെ ദത്തെടുക്കുന്നത് തടയുന്ന നിയമം പാർലമെന്റ് പാസാക്കി. കുട്ടികൾ ഇല്ലാതെ ജീവിക്കാൻ ദമ്പതികളെ പ്രേരിപ്പിക്കുന്ന ആശയപ്രചരണവും റഷ്യ നിരോധിച്ചു. ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, റഷ്യയിൽ പുതിയ നിയമം വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും വിനോദ്, ഏറെ പ്രത്യേകതയുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 2012 തന്നെ അമേരിക്ക ഇത്തരത്തിൽ കുട്ടികളെ ദത്തെടുക്കുന്നത്, ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ നിയമാനുസൃതമായ രാജ്യങ്ങൾ റഷ്യൻ കുട്ടികളെ ദത്തെടുക്കുന്നത് തടഞ്ഞുകൊണ്ടൊരു നിലപാട് 2012 തന്നെ റഷ്യ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഏതാണ്ട് 15ഓളം രാജ്യങ്ങൾ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയമം റഷ്യ പാസ്സാക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് റഷ്യ പാസ്സാക്കിയ നിയമം പുടിൻ ഒപ്പുവെക്കുകയും ചെയ്തത്. ഈ നിയമം നിലനിൽക്കുന്നത്, അതായത് അർജന്റീന, അതുപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ, വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നിയമാനുസൃതമായ രാജ്യങ്ങളിലെ പൗരന്മാർ കുട്ടികളെ ദത്തെടുക്കുന്നത് തടയുന്നതിനുള്ള സമഗ്രമായ നിയമമാണ് ഇപ്പോൾ റഷ്യ പാസ്സാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന നിയമം കൂടി റഷ്യ പാസ്സാക്കി എന്ന് നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നത്,
കുട്ടികളില്ലാതെ ജീവിക്കാൻ ദമ്പതികളെ പ്രേരിപ്പിക്കുന്ന ആശയപ്രചരണ രീതി, അത് പലതരത്തിലുള്ള ആശയപ്രചരണ രീതികളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ കുട്ടികളില്ലാതെ ജീവിക്കാമെന്ന ഒരു ആശയപ്രചരണ ശൈലി റഷ്യയിൽ നടത്തുന്നവർക്ക് $50,000 പിഴയിടും എന്ന് പറയുന്ന ശക്തമായൊരു നിയമം കൂടിയാണ്. അത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ചില ഉദ്ദേശങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം നടത്തുന്നത്. റഷ്യയുടെ ജനസംഖ്യ മനഃപൂർവ്വം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നൊരു നിരീക്ഷണമാണ് ഈ 2 നിയമനിർമ്മാണങ്ങളുടെയും പിന്നിലുണ്ടായിരിക്കുന്നത്. ശക്തമായ മറ്റൊരു വേറിട്ട നിയമമാണ് റഷ്യയിൽ വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. നമ്മൾ പുത്തൻപുലരിയുടെ തുടക്കത്തിലേ പറഞ്ഞു, വഖഫ് വിഷയം കേരളത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും ആ വഖഫ് അധിനിവേശത്തിനെതിരായ സമരം കടുപ്പിച്ച് ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനവുമായി മുനമ്പം സമരസമിതി ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വഖഫ് ഭൂമിയുടെ പട്ടിക തയ്യാറാക്കിയ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദ് ചെയ്യണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. വീടുകൾ തോറും കയറിയുള്ള റവന്യൂ രേഖാ പരിശോധന ഒഴിവാക്കണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് മുനമ്പം ബീച്ചിലേക്ക് വഖഫ് ബോർഡിന്റെ കോലവുമായി മുനമ്പം ജനതയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ റാലിയും നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഇങ്ങനെ കേരളത്തിൽ ആളിക്കത്തുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇന്ന് പുത്തൻപുലരിയിൽ നമ്മോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി. മുൻ എംപിയും ഇടത് സഹയാത്രികനുമായ ശ്രീ സെബാസ്റ്റ്യൻ പോളാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കറിയാം കേരളത്തെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഇക്കാര്യത്തിൽ നടക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പോലും മുനമ്പത്തെ ജനങ്ങൾ ആശങ്കാകുലർ തന്നെയാണ്. അവർ അസംതൃപ്തരാണ്. അവർക്ക് കൃത്യമായ നീതി കിട്ടണം, റവന്യൂ രേഖകൾ അവരുടെ കൈവശം വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെട്ട ഒരു ഭൂമി അല്ലെങ്കിൽ വസ്തു തട്ടിപ്പ് കേസ് എന്നാണ് പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കേസിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഈ വക കാര്യങ്ങളിൽ കാനൻ ലോ അല്ല ബാധകമാകുന്നത്, രാജ്യത്തെ സിവിൽ നിയമമാണ്. വഖഫിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. ഇവിടെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ പൊതുവെ ബാധകമായ ചില ഭൂനിയമങ്ങൾ ഈ നാട്ടിലുണ്ട്. അവയിൽ നിന്ന് വ്യത്യസ്തമായി വഖഫ് എന്നൊരു സ്ഥാപനം, അതിന് പ്രത്യേകമായ നിയമം, അവർക്ക് ഏകപക്ഷീയമായി ഏത് ഭൂമിയും അവരുടേതായി പ്രഖ്യാപിക്കുന്നതിനും കൈവശപ്പെടുത്തുന്നതിനുമുള്ള അധികാരം, അതൊക്കെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിയമ സംവിധാനവുമായി യോജിച്ചു പോകാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ ആ ദുർവഹത അത് എത്രമാത്രം വലുതാണ് എന്നതിന് ഇപ്പോൾ മുനമ്പം ഒരു തെളിവായി എന്ന് മാത്രമേ ഉള്ളൂ. മുനമ്പത്തെ ജനങ്ങൾ ഭൂമി അന്ന് അതിൻ്റെ ഉടമസ്ഥർ പറഞ്ഞ വില കൊടുത്ത് വാങ്ങിയവരാണ്. എത്രയോ വർഷങ്ങളായി അത് അവരുടെ കൈവശമിരിക്കുന്നു. അത് അവരോട് ചോദിക്കാതെ, വിശദീകരണം ആവശ്യപ്പെടാതെ അത് വഖഫാണ് എന്ന് അവരുടെ വഖഫിൻ്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാവുന്ന കാര്യമല്ല. നമുക്ക് ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചൊക്കെ വലിയ തർക്കം നടക്കാറുണ്ട്. യൂണിഫോം സിവിൽ കോഡിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൂമിയുടെ അവകാശം തന്നെയാണ്. സക്സഷൻ തുടങ്ങിയ അവകാശങ്ങളാണ്. അപ്പോൾ അത് ഓരോ മതത്തിനും ഓരോന്ന് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള കോൺഫ്ലിക്റ്റിന് കാരണമാകും. അത് ആ സംഘർഷം നിയമത്തിൽ സംഘർഷം ഉണ്ടാകാൻ പാടില്ല. കാരണം നിയമത്തിൻ്റെ പ്രാഥമികമായ ദൗത്യം സംഘർഷ ലഘൂകരണമാണ്. അതിന് സഹായകമാകുന്ന രീതിയിൽ വഖഫ് നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണമെങ്കിൽ അത് വരുത്തണം. ഇപ്പോൾ അത് പാർലമെന്റ് അക്കാര്യം ആലോചിക്കാൻ പോവുകയാണ്. ഞാനും അതിനോട് യോജിക്കുകയാണ്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നല്ല കാര്യം അങ്ങ് ഈ അഭിപ്രായം തുറന്നു പറഞ്ഞതിന് വളരെയധികം നല്ല കാര്യം. അങ്ങ് ഇതിനെ അനുകൂലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മുൻ എം പി കൂടിയാണ്, അദ്ദേഹം ഇടത് സഹയാത്രികനാണ്, അഭിഭാഷകനാണ്. എന്നിട്ട് കൂടി അപ്പോൾ പിന്നെ ഈ നിയമ ഭേദഗതിക്കെതിരെ ഇടത് വലത് മുന്നണികൾ എന്തിന് നിയമസഭയിൽ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കി? അവിടെ മുനമ്പത്ത് കഴിയുന്ന സാധാരണക്കാരെ പോലും കുടിയൊഴിപ്പിക്കുന്ന ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ ഒരു വഖഫിൻ്റെ നിയമം വരുന്നു. അപ്പോൾ പിന്നെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളും ഇടത് വലത് മുന്നണികൾ സംയുക്തമായി
ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്തിന് സംയുക്തമായ ഒരു പ്രമേയം നിയമസഭയിൽ പാസാക്കി? അത് വലിയ ചോദ്യം തന്നെയല്ലേ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അല്ല, അതിന് നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട്. ഞാൻ ആ വശത്തേക്കല്ല കടക്കുന്നത്. വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് പാർലമെന്റിന് അധികാരമുണ്ടെങ്കിൽ പാർലമെന്റ് ആ ജോലി ചെയ്യാൻ പോവുകയാണ്. അവിടെ ആ ഭേദഗതിക്കെതിരെ അഭിപ്രായം പറയുന്നതിന്, ചർച്ച നടത്തുന്നതിന്, നിലപാട് സ്വീകരിക്കുന്നതിന് പാർലമെന്റ് അംഗങ്ങൾക്കും അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട്. അതവർ ചെയ്യട്ടെ. ആരോഗ്യകരമായ ചർച്ചയ്ക്കും പരിശോധനയ്ക്ക് ശേഷം മാത്രമല്ലേ ഏത് നിയമത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ മാറ്റം വരുത്തേണ്ടതിൻ്റെ ആവശ്യകത അന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ അത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ മുനമ്പം എന്ന പേരിൽ ആ ഒരു അപകട സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു. അതിന് പരിഹാരം അത് മുനമ്പത്ത് മാത്രമല്ലല്ലോ, ചാവക്കാട്ടെ മുസ്ലിങ്ങൾക്കും ഇത് ബാധകമാണ്. അവർ വാങ്ങിയ ഭൂമി ഇപ്പോൾ വഖഫ് ഭൂമിയാണെന്നാണ് പറയുന്നത്. ഇന്ത്യ ഒട്ടുക്ക് ഈ പ്രശ്നം ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ ആ അനിശ്ചിതത്വം അത് ഒഴിവാക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള നിയമ ഭേദഗതി വേണം. എൻ്റെ അഭിപ്രായം യൂണിഫോം സിവിൽ കോഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും രാജ്യത്തെ സിവിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരം തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമുക്കറിയാം ഒരു രാജ്യം ഒരു നിയമം, അതാണ് എപ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്തിന് അഭികാമ്യമായ കാര്യം. ഇവിടെ മതപരമായ പല അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ കീഴിൽ രാജ്യത്തെ നിയമങ്ങളെല്ലാം കൊണ്ടുവരണം. ഒരേ തരത്തിലുള്ള നിയമസംഹിത, നിയമനിർമ്മാണമൊക്കെ എല്ലാവർക്കും സമത്വത്തോടുകൂടി തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഏതൊരു രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഉതകുന്ന കാര്യം. ഇവിടെ നമുക്കറിയാം, പ്രീണന രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും ഈ മുനമ്പം വിഷയത്തിലടക്കം ഇടത് വലത് മുന്നണികൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ പോലും ഇതിൽ കൃത്യമായൊരു അഭിപ്രായം പറയാൻ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് ഭയമാണ്. എന്തായാലും അവർ നിയമസഭയിലടക്കം വഖഫ് ബില്ലിനെതിരെ പ്രമേയം പാസാക്കുന്നു. നാളെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമം അടക്കം ചർച്ചയിൽ വരികയും അത് അവതരിപ്പിക്കുകയും ചെയ്യാനിരിക്കുന്ന ഈ വേളയിൽ ഒരു ഏക നിയമം, ഒരു രാജ്യം ഒരു നിയമം, യൂണിഫോം സിവിൽ കോഡ്, ഇതൊക്കെ തന്നെയല്ലേ താങ്കളും കാണുന്നത് ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക്? അല്ല, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് തുടങ്ങി നമ്മൾ ഒറ്റ എന്നുള്ള പ്രയോഗം പലയിടത്തും കേൾക്കുന്നുണ്ട്. ഞാൻ അതിനോടൊന്നും യോജിക്കാത്ത ആളുമാണ്. വൈവിധ്യത്തെ നമ്മളെപ്പോഴും അംഗീകരിക്കണം. പക്ഷെ നിയമം എന്ന് പറയുന്നത് അതിന് വ്യക്തത വേണം, ക്ലാരിറ്റി വേണം, സർട്ടൻറ്റി, നിശ്ചിതമായ നിയമമായിരിക്കണം. ഈ രാജ്യത്ത് ഈ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും വ്യക്തികൾക്കും ബാധകമാകുന്ന ഒരു നിയമം തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ്, അത് ഭരണഘടനയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തത്വത്തിൽ ഞാൻ അംഗീകരിക്കുന്നത്. അത് ഏത് രൂപത്തിൽ വരും, പ്രായോഗികമാകുമ്പോൾ, നിയമം തയ്യാറാക്കുമ്പോൾ നമുക്ക് പല അഭിപ്രായവും പറയേണ്ടി വന്നേക്കാം. പക്ഷെ അത് അത്തരത്തിലൊരു നിയമം ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ചുണ്ടാകുന്ന അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ആകെ, നമ്മുടെ സാമൂഹിക ക്രമത്തെ ആകെ ബാധിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെയൊക്കെയാണ് ഓരോ മതവിഭാഗവും അവർക്ക് ബാധകമാകുന്ന നിയമം, ക്രിസ്ത്യാനി കാനൺ നിയമം നടപ്പാക്കണമെന്ന് പറയുക, മുസ്ലിം വഖഫ് നിയമം നടപ്പാക്കണമെന്ന് പറയുക, ഹിന്ദുക്കൾക്ക് മറ്റു നിയമമുണ്ടെങ്കിൽ അത് നടപ്പാക്കണമെന്ന് പറയുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വസ്തു കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിട്ടല്ല. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ വസ്തു കൈമാറ്റത്തിൽ, വിൽപ്പനയിൽ ഇടപെടാറുണ്ട്, അവർ അതിൻ്റെ ഭാഗമാക്കാറുണ്ട്. ഇന്ന് മുസ്ലിമിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി നാളെ ക്രിസ്ത്യാനി വാങ്ങിയെന്നിരിക്കും, ഇന്ന് ക്രിസ്ത്യാനിയുടെ കയ്യിലിരിക്കുന്ന ഭൂമി നാളെ ഹിന്ദു വാങ്ങിയെന്നിരിക്കും. അപ്പോഴൊക്കെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ വ്യക്തി നിയമങ്ങൾക്ക് അനുസൃതമായി അനിശ്ചിതമായ അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും. തീർച്ചയായും ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് സെബാസ്റ്റ്യൻ പോൾ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് നിലപാടുകൾ, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാടായി ഇതിനെ ഞങ്ങൾ വിശേഷിപ്പിക്കുകയാണ്. കാരണം ഒന്ന്, ഇടത് വലത് മുന്നണികൾ നിയമസഭയിൽ വഖഫ് ഭേദഗതിക്കെതിരെ ഒന്നിച്ച് പ്രമേയം പാസാക്കുമ്പോഴും അതൊക്കെ രാഷ്ട്രീയപരമായ നീക്കങ്ങളാണ്. പക്ഷേ
പാർലമെന്റിൽ ഭേദഗതി വരട്ടെ എന്നുള്ള കൃത്യമായ നിരീക്ഷണം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ നടത്തുന്നു. അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് വന്നാൽ മാത്രമേ ഇത്തരത്തിൽ മതപരമായ നിയമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ബാധകമായ നിയമം ക്രിസ്ത്യാനിക്ക് ഭീഷണിയാവുന്നു, ക്രിസ്ത്യാനിക്ക് ഇഷ്ടപ്പെട്ട നിയമം ഹിന്ദുവിന് ഭീഷണിയാകുന്നു, ഹിന്ദുവിന് മാത്രമുള്ള നിയമം മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാകുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ ഒരു നിയമം വരുന്നതിന് അദ്ദേഹം എതിരുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അങ്ങ് ഈ സിവിൽ കോഡിൻ്റെ ആവശ്യകത, അങ്ങ് നിയമപണ്ഡിതൻ കൂടിയാണല്ലോ, ഏക സിവിൽ കോഡിൻ്റെ ആവശ്യകത, അതേപോലെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിയെ എന്തിനെതിർക്കണം എന്ന് എന്തുകൊണ്ടാണ് അങ്ങ് തുറന്നെഴുതാത്തത്, തുറന്ന് പ്രസംഗിക്കാത്തത്? ഇല്ല, ഞാൻ എൻ്റെ നിലപാട് അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ വഖഫ് മുനമ്പത്തെ അടിസ്ഥാനമാക്കിയുള്ള വഖഫ് വിഷയത്തിൽ ജനം ടി വിയിൽ തന്നെ ഞാൻ അഭിപ്രായം എന്നോട് ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് ഞാൻ MP ആകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ഒരു നിലപാട് എടുത്തിട്ടുള്ള ആളാണ്. ആ നിലപാട് ഇപ്പോഴും തുടരുകയാണ്. അത് എഴുതാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാനത് എഴുതിയിട്ടുമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തെ അടിസ്ഥാനമാക്കി ഞാൻ വരുത്തുന്ന നിലപാട് മാറ്റമല്ല. അക്കാര്യത്തിൽ ഭരണഘടനയുടെ നിർദ്ദേശത്തിന് അനുസൃതമായി ഏറെക്കാലം മുമ്പ് തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് UCCയെ സംബന്ധിച്ചുള്ളത്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും നിയമം ആര് കൊണ്ടുവന്നാലും അത് പാർലമെൻറ്റ് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതല്ല. ഏത് നിയമം കൊണ്ടുവരുമ്പോഴും ആ നിയമനിർമ്മാണത്തിന് പ്രാരംഭമായി ആരോഗ്യകരമായ ചർച്ചയും ഭേദഗതികളും എല്ലാം ഉണ്ടാകുകയും വേണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ മുനമ്പത്ത് നടക്കുന്ന സമരം ന്യായമായ സമരം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരില്ലേ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അതെ, മുനമ്പത്ത് എന്താണ് വളരെ ലളിതമായ കാര്യമല്ലേ. മുനമ്പത്തെ ജനങ്ങൾ അവർ മുസ്ലിങ്ങൾ മാത്രമല്ല, കൂടുതലും ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അവർ അന്ന് ഈ ഫറൂഖ്, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഫറൂഖ് കോളേജ് അന്ന് ഓഫർ ചെയ്ത വിലയ്ക്ക് അവരത് വാങ്ങുകയാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ആ വില കൊടുത്ത് വാങ്ങിയ ഭൂമി, ആ വിൽപ്പന ഇപ്പോൾ ഏകപക്ഷീയമായി സ്വകാര്യമായി രഹസ്യമായി അസാധുവാക്കിക്കൊണ്ട് അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ ഗവൺമെൻറ് ഇടപെടണം, ജുഡീഷ്യറി ഇടപെടണം, അതിനൊരു പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അവർ നടത്തുന്ന സമരം അത് ന്യായമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമുക്കറിയാം വഖഫ് വിഷയം ഇപ്പോൾ രാജ്യത്താകമാനം ആശങ്കയിലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പുരാതനമായ കെട്ടിടങ്ങൾക്ക് വരെ ഇവർ അവകാശവാദം ഉന്നയിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങി സാധാരണക്കാരിലും സാധാരണക്കാരായ ജനങ്ങളുടെ കുടികിടപ്പ് അവകാശത്തെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറുമ്പോൾ ഇതിന് ഒരു ഉന്മൂലനം തന്നെ വേണം. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഇതിലെ ഏതൊക്കെ കാര്യങ്ങളാണ്? നമുക്കറിയാം, ആദ്യം ഒരു വ്യക്തിക്ക് ഈ നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ വഖഫ് ബോർഡിനെ സമീപിക്കാം, തിരിച്ച് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാം, അതോടുകൂടി അവിടെ കഴിയുകയാണ്. പിന്നെ അപ്പീലിന് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ അത്തരത്തിലുള്ള നിയമ ഭേദഗതിയിൽ കൊണ്ടുവരേണ്ട അനാവശ്യ ഇടപെടലുകളൊക്കെ മാറ്റേണ്ടത് ഈ കാലത്തിൻ്റെ അനിവാര്യത തന്നെയല്ലേ? അത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നാൽ അതുമായി തീർച്ചയായും മറ്റെല്ലാവരും സഹകരിച്ച് ആ നിയമം പാസ്സാക്കുക തന്നെയല്ലേ വേണ്ടത്? അതെ, പൊസഷൻ ഈസ് 9 points ഇൻ ലോ എന്ന് ഞങ്ങളൊക്കെ ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഭൂമിയെ സംബന്ധിച്ച്, വസ്തുവിനെ സംബന്ധിച്ച് അവകാശം, പൊസഷൻ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഡ്വേഴ്സ് പൊസഷൻ തുടങ്ങിയ പല നിയമതത്വങ്ങളും അക്കാര്യത്തിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പണം കൊടുത്ത് രാജ്യത്തെ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി നാളെ അത് എൻ്റേതല്ല മറ്റൊരാളുടേതാണ് എന്ന അവകാശവാദം ഉണ്ടായാലോ? അൺസർട്ടൻറ്റി, അനിശ്ചിതത്വം, ആ അവസ്ഥയിൽ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോൾ അവിടെയാണ് അത് വഖഫ് നിയമം അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നവരുടെ നിലപാടിനെ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തിൽ എന്തോ പോരായ്മയുണ്ട്. ആ പോരായ്മ കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കേണ്ടത് പാർലമെൻറ്റിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് എവിടെ നിന്ന് എന്തെല്ലാം എതിർപ്പ് ഉണ്ടായാലും പാർലമെൻറ്റ് ഉത്തരവാദിത്വ ബോധത്തോടെ ആ ജോലി നിർവഹിക്കും. വളരെ ഒപ്രസീവ് ആയി നിലനിൽക്കുന്ന ഈ വഖഫ് നിയമ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്.
തീർച്ചയായും അങ്ങ് എറണാകുളത്തിൻ്റെ MP കൂടിയായിരുന്നു. ഇപ്പോൾ നിലവിൽ എറണാകുളത്തെ MPയോ അല്ലെങ്കിൽ അവിടുത്തെ MLA മാരോ ആരും ഈ സമരഭൂമിയിലേക്ക് പോകുന്നില്ല. അവർ അവിടെ അവരുടെ ആവശ്യവുമായി സമരം നടത്തുകയാണ്. അങ്ങ് ഞാൻ ഒരു അപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ് എങ്കിൽ കൂടി അങ്ങ് എറണാകുളം MP ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ അങ്ങ് ഈ സമരഭൂമിയിൽ പോകുമായിരുന്നോ? അവർക്ക് പിന്തുണ നൽകുമായിരുന്നു? ഇന്ന് അങ്ങ് മുൻ MP ആണ് എന്നുള്ള നിലയിലെങ്കിലും അങ്ങ് ഈ സമരഭൂമിയിലേക്ക് പോകാൻ മനസ്സ് വെക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായും ആ സമരം ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ്. അവർ ഭൂവുടമകളൊന്നുമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നവരാണ്. അവർക്കുള്ളത് ആ ഭൂമിയാണ്, ആ കിടപ്പാടമാണ്. അത് സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ സമരത്തിൽ പങ്കുചേരുക എന്നത് ന്യായബോധമുള്ള ഏത് ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്വമാണ്. വ്യക്തിപരമായ ചില അസൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനവിടെ പോയിട്ടില്ല, എന്നെ അങ്ങോട്ടേക്ക് അവർ ക്ഷണിച്ചിട്ടുമില്ല. പക്ഷെ അവസരം കിട്ടുന്ന മുറയ്ക്ക് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് എനിക്ക് മടിയില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഞാൻ. തീർച്ചയായും ഈ സമരസമിതി നേതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ അങ്ങോട്ട് ക്ഷണിക്കുക തന്നെ വേണം. ഇത്ര പരസ്യമായി അദ്ദേഹം നമ്മുടെ ചാനലിൽ പരസ്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നു, ന്യായം പറയുന്നു. അതുകൊണ്ട് എറണാകുളത്തിൻ്റെ മുൻ MP കൂടിയാണ്, അഭിഭാഷകനാണ്, ഇക്കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ ഇവരുടെ ദുഃഖങ്ങൾ, ഇവരുടെ പ്രയാസങ്ങൾ മാറുമെന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഞാൻ പൂർണ്ണമായും പറയുന്നില്ല. കാരണം ഏതെങ്കിലും നിർമ്മാണ നിമിത്തമോ നിയമ ഭേദഗതി നിമിത്തമോ പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണതകൾ ചില വിഷയങ്ങളിൽ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ഒരു വസ്തുവിൻ്റെ അവകാശ തർക്കം മാത്രമല്ല, രണ്ട് സമുദായങ്ങൾ തമ്മിൽ, രണ്ട് മതസ്ഥർ തമ്മിലുള്ള സംഘർഷമായി കൂടി ഇത് മാറിയിട്ടുണ്ട്. ചില വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ ഇരുവിഭാഗത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവയ്ക്കെല്ലാം കൂടി പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വഖഫിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന അധികാരവും അവകാശവും അത് പൂർണ്ണമായും അവർ വിട്ടൊഴിയും എന്നൊന്നും ഞാനിപ്പോൾ കരുതുന്നില്ല. ഞാനും വളരെ കൗതുകത്തോடு തന്നെയാണ് പാർലമെൻറ്റിൽ ഈ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ച കേൾക്കാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായോഗികമായ ബുദ്ധിയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ, നിയമത്തോടുള്ള ബഹുമാനത്തോടെ പാർലമെൻറ്റ് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തും എന്ന് ഞാൻ കരുതുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. ഞങ്ങളുടെ രാവിലെ ഈ പ്രഭാത വാർത്തയിൽ വളരെ സുപ്രധാനമായ വിഷയത്തിൽ അങ്ങ് കാര്യത്തിൽ അഭിപ്രായം പറയാൻ സമയം നൽകിയതിൽ വളരെയധികം നന്ദി. ഞാനൊക്കെ ജേർണലിസം പഠിക്കുന്ന കാലത്ത് അങ്ങ് ചാനലുകൾ നടത്തിയിരുന്ന പത്രവിശേഷം ഒക്കെ കണ്ട് ജേർണലിസം വിദ്യാർത്ഥിയായി വന്ന ആളുകളൊക്കെയാണ്. എന്തായാലും അങ്ങയുടെ ഈ സാന്നിധ്യം ഞങ്ങൾ വളരെ വിലമതിക്കുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, വളരെയധികം നന്ദി. ലോക് മന്ഥൻ 2024 ഇന്ന് കൊടിയിറങ്ങും. ഈ മാസം 21 മുതൽ തെലങ്കാനയിലെ ആരംഭിച്ച ലോക് മന്ഥന്റെ 4ാമത്തെ എഡിഷൻ ജനപങ്കാളിത്തം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന സഭയിൽ RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മാർഗനിർദ്ദേശം നൽകും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. അതോ ജിഷ്ണുവിനോടൊപ്പം അതിഥി കൂടി ചേരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ജിഷ്ണു, ലോക് മന്ഥൻ സമാപിക്കുകയാണ്. രോഹിണി, ഗുഡ് മോർണിംഗ്. ലോക് മന്ഥൻ 2024 ഇന്ന് കൊടിയിറങ്ങുകയാണ്. കഴിഞ്ഞ 4 ദിവസം 21-ാം തീയതി മുതൽ തെലങ്കാനയുടെ തലസ്ഥാനമായ ഭാഗ്യനഗറിൽ അരങ്ങേറുന്ന ലോക് മന്ഥൻ അക്ഷരാർത്ഥത്തിലൊരു ഉത്സവ ലഹരിയിൽ തന്നെയായിരുന്നു. സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ, തനത് കലാരൂപങ്ങൾ അവയെല്ലാം കൊണ്ടും ഭാഗ്യനഗറിൽ ലോക് മന്ഥൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജക് ജെ നന്ദകുമാർ ജനം TVയോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഭാഗ്യനഗറിലെ ലോക് മന്ഥനെ 4ാമത്തെ എഡിഷന് ഇന്ന് കൊടിയിറങ്ങുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ലോക് മന്ഥൻ 2024? ലോക് മന്ഥൻ എന്നത് ഒരു പരിപാടി എന്നതിനേക്കാൾ ഉപരി ഒരു അനുഭൂതിയാണ്. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്ന ഒന്നല്ല. വാക്കുകൾ തോറ്റുമടങ്ങുന്ന ആധ്യാത്മിക അനുഭൂതിയുടെ ഒരു ഉയർന്ന തലമാണ് ലോക് മന്ഥൻ. ഇവിടെ ഭാരതത്തിൻ്റെ മൂലപ്രകൃതിയുമായി ബന്ധമുള്ള അതിനനുസരിച്ചുള്ള കലാവൈചാരിക പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി ഏർപ്പെടുന്ന ആളുകളുടെ ഒരു സംഗമമാണ്. ഇത് യഥാർത്ഥത്തിലുള്ള വൈചാരിക മഹാകുംഭമാണ്. ഇത്തവണത്തെ ലോക് മന്ഥൻ എല്ലാ അർത്ഥത്തിലും, എല്ലാ തലത്തിലും പോയ 3 ലോക് മന്ഥനേക്കാൾ
സംഖ്യയുടെ ദൃഷ്ടിയിലും ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും ജനങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിലും പ്രതീക്ഷയ്ക്കപ്പുറമാണ്. ഹൈദരാബാദ് നഗരം മാത്രമല്ല, ചുറ്റുവട്ടങ്ങളിലുള്ള ജില്ലകളിൽ നിന്ന് വരെയുള്ള സാധാരണ ജനങ്ങൾ ഭാഗ്യനഗറിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട്. അഭൂതപൂർവമായ ദൃശ്യമാണ് ശില്പാരാമത്തിലെ പ്രദർശനിയിലും അവിടെ നടന്ന അനേകം സാംസ്കാരിക പരിപാടികളിലും കാണാൻ കഴിഞ്ഞത്. ജനങ്ങളുടെ വലിയ തോതിലുള്ള ഒരു പിന്തുണ ഈ ആശയത്തിന് കിട്ടുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. സുപ്രധാന വ്യക്തിത്വങ്ങളുടെ പങ്കാളിത്തം, ആദരണീയായ നമ്മുടെ രാഷ്ട്രപതി, മുൻ ഉപരാഷ്ട്രപതി, പൂജനീയ സർസംഘചാലക്, ക്യാബിനറ്റ് മന്ത്രിമാർ, ഗവർണർമാർ, മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, ഇതിനപ്പുറം തനത് കലയുടെയും തനത് വൈചാരിക മേഖലയുടെയും കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ തലത്തിൽ വിരാജിക്കുന്ന യഥാർത്ഥ കലാസാധകന്മാരുടെ സംഗമമായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിലേക്ക് എത്താൻ, ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഉള്ള ആവേശം എല്ലാ വിഭാഗം ജനങ്ങളിലും, ഔദ്യോഗിക തലങ്ങളിൽ മുതൽ സാധാരണ ജനങ്ങൾ വളരെ കൂടുതലായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഈ ലോക്മന്തൻ 2024 ഭാഗമായിരിക്കിയിട്ടുള്ള പ്രദർശനി നമ്മളും കഴിഞ്ഞ ദിവസം പോയി അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. നമുക്ക് മറ്റു വേദികളിലോ സ്റ്റേജുകളിലോ കാണാൻ സാധിക്കാത്ത, ഞാനും പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത വാദ്യോപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ, ഒപ്പം അതിനോട് ചേർന്ന ഓപ്പൺ സ്റ്റേജിൽ നടക്കുന്ന തനത് കലാരൂപങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. ഇതെല്ലാം ഒരു വർഷം മുമ്പ് മുതലേ നടന്ന തയ്യാറെടുപ്പുകളുടെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ലോക്മന്ധനിലൂടെ ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചത് ഇത്തരം അപൂർവങ്ങളായ ഭാരതീയ കലാ സംസ്കൃതിയുടെ വൈചാരിക ചരിത്രത്തിൻ്റെ ഏടുകളാണ്, അതിൻ്റെ ഉദാഹരണങ്ങളാണ്, അതിൻ്റെ മാതൃകകളാണ്. അത് തേടിപ്പിടിക്കുകയായിരുന്നു നമ്മുടെ പ്രവർത്തകന്മാർ. ഛത്തീസ്ഗഡിൽ നിന്ന്, റായ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന, തെലങ്കാനയുടെ ഉൾപ്രദേശങ്ങളിൽ അപൂർവമായി ഉള്ള വാദ്യോപകരണങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് വാദ്യോപകരണങ്ങൾ മുതൽ ആഹാര പൈതൃകം വരെ നമ്മുടേതായ തനത് ആഹാര രീതിയുടെ പ്രദർശനം ഉണ്ടവിടെ. അതേപോലെ തന്നെയാണ് ആദ്യകാലം മുതലേ ഭാരതത്തിൽ നിലനിന്നു പോന്നിരുന്ന നമ്മുടെ പ്രാചീന കായിക വിനോദങ്ങളുടെ പ്രദർശനമുണ്ട്. ഇതിനെല്ലാം അപ്പുറം ഒരർത്ഥത്തിൽ ലോക്മന്ധൻ്റെ കേന്ദ്ര സമിതിയുടെ അറിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ പോലും ഇവിടുത്തെ ലോകപ്രതിനിധികൾ, തനത് ജീവിത ശൈലി കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർ അവരുടെ ആഗ്രഹപ്രകാരം അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയാണ്. ഇതിനുമപ്പുറം വിവിധ തലങ്ങളിലെ വൈചാരിക തലങ്ങളിൽ, ബൗദ്ധിക തലങ്ങളിൽ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന ആളുകൾ സ്വയമേവ അവിടെ വന്ന് ലോക സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകളെ ആധാരമാക്കിക്കൊണ്ടുള്ള ലോക സംവാദം പ്രധാന വേദിക്ക് സമാന്തരമായി ശില്പാരാമത്തിൽ നടക്കുന്നു. ഇങ്ങനെ അനേകം വൈശിഷ്ട്യങ്ങളുള്ള ഒന്നായതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അഭൂതപൂർവമായ, ഒരുപക്ഷെ ലോകമന്ധൻ്റെ കേന്ദ്രീയ കമ്മിറ്റിയുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള പരിപാടികളും ജനപങ്കാളിത്തവുമാണ്. ഇതുവരെ കിട്ടിയ കണക്കനുസരിച്ച് തന്നെ 2.5-3 ലക്ഷം ആളുകൾ ആ പ്രദർശനി കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് ജനസഹസ്രങ്ങൾ തിങ്ങിക്കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വേറെയുമാണ്. അങ്ങനെയുള്ള ഒന്നായി ഇത് പരിണമിക്കുന്നു. ആഹ്ലാദകരമായ ഒരുതരം അനുഭവം ആണ് നമുക്കുള്ളത്. ഏറ്റവും അവസാനമായി ഇന്നത്തെ സമാപന സഭയെക്കുറിച്ച്, ഒപ്പം ഒരു ലോക്മന്ധൻ അവസാനിക്കുന്ന ദിവസം ഏറ്റവും ഉയർന്ന ചോദ്യം അടുത്ത ലോക്മന്ധൻ്റെ വേദി എവിടെയായിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ സമാപന പരിപാടിയിലെ മുഖ്യ അതിഥി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരംപൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത്താണ്. പരിപാടിയിൽ അയോധ്യയിലെ സുപ്രധാന സന്യാസി വര്യൻ, അവിടുത്തെ എല്ലാ ആചാര്യ പുരോഹിതന്മാർക്കും പരിശീലനം പോലും കൊടുക്കുന്ന, ഭാരതീയ വേദാന്ത ദർശനത്തിലും താന്ത്രിക ദർശനത്തിലും അഗാധ പാണ്ഡിത്യമുള്ള പൂജ്യ മിഥിലേഷ് നന്ദിനി ശരൺജി, അദ്ദേഹത്തിൻ്റെ ആശീർവചനം ഉണ്ടാവും. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ജി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടാവും. ഇതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ആദരണീയായ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനും ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഈ പരിപാടിയിൽ സ്വാഗതമാകുന്നത് കേന്ദ്ര ഖനി കൽക്കരി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ലോക്മന്ധൻ്റെ ആഘോഷ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ
ശ്രീ കിഷൻ റെഡ്ഡിയാണ്. ഇതാണ് ആ പരിപാടിയുടെ. ഈ പരിപാടിയിൽ വെച്ച് ലോക്മന്ധൻ്റെ നിഗമനങ്ങൾ, നിഷ്കർഷങ്ങൾ ലോകാമൃതമായി സമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കും. മഥനം നടന്നാൽ അമൃത് പുറത്തു വരണം. ആ അമൃത് എന്താണ്, ലോകാമൃതം എന്താണ്, എത്ര ബിന്ദുക്കളിലാണ്, എത്ര പോയിന്റുകളിലാണ് ജനങ്ങൾ ഇനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരിക, ഈ ആശയത്തിൻ്റെ, ഈ വിചാരത്തിൻ്റെ, ഈ ശിക്ഷയുടെ, ഈ വിദ്യയുടെ പ്രചരണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ലോകാമൃത പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷം എല്ലാവർക്കുമായുള്ള വൈചാരിക പാഥേയം പൂജനീയ സർസംഘചാലജി നൽകുന്നുണ്ടാവും. പിന്നൊന്ന് ചോദ്യം, ഓരോ ലോകമന്ധനിലും ഈ ചോദ്യം ഉയരാറുണ്ട്, അടുത്ത ലോകമന്ധനം എവിടെ എന്ന്. ലോക്മന്ധൻ ഇങ്ങനെ പൂർവ്വനിശ്ചിതമായി നടത്തപ്പെടുന്ന ഒന്നല്ല, അത് ലോകമന്ധനമാവില്ല. ഇത് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്, ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അനേകം ആവശ്യങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് പോലും ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തവണ. അപ്പോൾ 4 തവണയായി ലോക്മന്ധനിൽ പങ്കെടുക്കുന്ന അനേകം പ്രതിനിധികളുണ്ട് കേരളത്തിൽ നിന്നും. അവരുടെ ആവശ്യമുണ്ട് കേരളത്തിൽ നടത്തണമെന്ന്. രാജസ്ഥാനിലെ പ്രതിനിധികൾ അവിടെ നടത്തണമെന്ന് പറഞ്ഞു. ഇത്തവണ ഭാരതത്തിന് പുറത്ത് ഭാരതീയ സംസ്കൃതിയുമായി ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന വിഭാഗങ്ങൾ എത്തിയിരുന്നു. അവരുടെ ആവശ്യം എന്തുകൊണ്ട് ഭാരതാതിർത്തിക്ക് പുറത്ത് എസ്തോനിയയിലോ റൊമേനിയയിലോ ഇനിയല്ല ഇന്തോനേഷ്യയിലോ അടുത്ത ലോക്മന്ധൻ നടത്തിക്കൂടെ എന്ന്. കാരണം ഇത്തവണത്തെ ലോക്മന്ധൻ എല്ലാ അർത്ഥത്തിലും ഒരു അന്താരാഷ്ട്ര ലോക്മന്ധനമായി മാറിയിരുന്നു. അതുകൊണ്ട് ആ ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതിനുവേണ്ടി ചുമതലപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കും. ഒരു 5-6 മാസത്തിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വരും അടുത്ത പ്രദേശം എവിടെയാണ് എന്ന്. അല്ലാതെ ഒളിമ്പിക്സൊക്കെ നിശ്ചയിക്കുന്ന പോലെ 10-20 വർഷം മുമ്പേ എവിടെയാണ് അടുത്ത ലോകമന്ധനം എന്ന് തീരുമാനിക്കില്ല. ആ തീരുമാനം പോലും സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയാണ്. അതാണ് ലോക്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു പരിപാടിയല്ല, ഒരു അനുഭൂതിയാണ് എന്ന്. വളരെയധികം നന്ദി. ലോക്മന്ധന്റെ വിശദമായ വിശേഷങ്ങളാണ് പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജക് ജയ നന്ദകുമാർ പങ്കുവച്ചിട്ടുള്ളത്. ഇന്ന് ലോക്മന്ധന ഇവിടെ ഹൈദരാബാദിൽ ഭാഗ്യനഗറിൽ കൊടിയിറങ്ങുകയാണ്. സമാപന സഭയിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ മാർഗനിർദ്ദേശമുണ്ടാകും. കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോക്മന്ധന്റെ ഉള്ളടക്കം തന്നെയാണ് ഈ പരിപാടിയെ ശ്രദ്ധേയമാക്കുന്നത്, അതിനെ സമ്പന്നമാക്കുന്നത്. ഭാരതത്തിന്റെ തനത് കലാരൂപങ്ങൾ, പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന വാദ്യോപകരണങ്ങൾ, രാജ്യത്തിന് പുറത്തും അകത്തുമുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ, ഒപ്പം ഗൗരവമുള്ള മൂർച്ചയേറിയ സാംസ്കാരിക ചർച്ചകൾ, ഇവയെല്ലാമായിരുന്നു കഴിഞ്ഞ 3 ദിവസവും ഭാഗ്യനഗറിൽ അരങ്ങേറിയത്. ഇന്ന് ഏതായാലും ലോക്മന്ധൻ 2024 2016 ഭോപ്പാലിൽ ആരംഭിച്ച് 2024 ആകുമ്പോഴേക്കും ഹൈദരാബാദിൽ അവതരിപ്പിക്കുന്ന ലോക്മന്ധന്റെ 4ാമത്തെ എഡിഷന് ഇന്ന് കൊടിയിറങ്ങുകയാണ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പുത്തമ്പുലരിയിൽ ഒരു കായിക വാർത്ത കൂടി നമുക്ക് നോക്കാം. IPL മെഗാ താരലേലം ഇന്ന് നടക്കും. 577 കളിക്കാരാണ് ലേലത്തിന്റെ പട്ടികയിലുള്ളത്. ഒരു ടീമിൽ 25 താരങ്ങൾ ഉണ്ടാകണം. അതിൽ 8 വിദേശികളെ ഉൾപ്പെടുത്താം. ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ ലേല നടപടികൾ ആരംഭിക്കും. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഇത്തവണ ലേലം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നന്ദി, നമസ്തേ. 9 മണിക്ക് ലൈവ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാകും. നമസ്തേ.